عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ ഒരു വൈകുന്നേര സമയം അല്ലാഹുവിന്റെ ദീൻ പഠിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മളെല്ലാവരും ഈ ഒരു വീട്ടുമുറ്റത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ. ഈ ഗൃഹനാഥന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ എല്ലാ കാര്യത്തിനും പ്ലാനിങ്ങുകൾ ഉണ്ടാവും. പ്ലാനിങ് ഉണ്ടാവും എല്ലാത്തിനും. നാളെ എന്താണ് പരിപാടി, ഒരു പ്ലാനിങ് ഉണ്ടല്ലോ. ഒരു പ്ലാനും ഇല്ലെങ്കിൽ ഉറങ്ങി എണീറ്റിട്ട് ഇനി എന്ത് ചെയ്യണം എന്നിടത്തൊരു പ്ലാനിങ് ഉണ്ടല്ലോ. വീടെടുക്കണം, അതൊരു പ്ലാനിങ് ആണ്. മകന്റെ പഠനം, ഫീസ്, അതൊരു പ്ലാനിങ് ആണ്. ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, അതൊരു പ്ലാനിങ് ആണ്. എന്നാൽ ഈ പ്ലാനിങ്ങുകൾക്കൊക്കെ അപ്പുറത്ത് നമ്മുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച പ്ലാൻ, അത് നമുക്കറിയില്ല. അത് നമ്മുടെ മരണമാണ്. ആ മരണം വരുന്നതോടുകൂടി ഇതുവരെ നമ്മൾ കണക്കാക്കിയതും മനസ്സിൽ കണ്ടതും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ പോകും. കഴിഞ്ഞ 3-4 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ജോലി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ ഒരു ദിവസം 12 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്ന ഒരു നഴ്സ്, തമിഴ്നാട്ടുകാരിയാണ്, മരണപ്പെട്ടു. ഹോസ്പിറ്റലിന്റെ ബേസ്മെന്റിൽ മോർച്ചറിയുടെ അടുത്ത് നമ്മുടെ കുറെ സ്റ്റാഫിനെ കണ്ടപ്പോ എന്തോ പന്തികേട് തുടങ്ങി. അവിടെ ഉള്ളതൊക്കെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളാണല്ലോ, കുറെ നഴ്സുമാരാണല്ലോ. ഒന്നും മനസ്സിലായില്ല. പിന്നെ ഓഫീസിൽ വന്ന് മെയില് പരിശോധിക്കുമ്പോ DGയുടെ മെസ്സേജാണ്. എന്താ? കണ്ടോളൻസ്, നമ്മുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് മരണപ്പെട്ടിട്ടുണ്ട്, അതിനുള്ളൊരു കണ്ടോളൻസ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു മെസ്സേജ് വായിച്ചപ്പോഴാണ് കണ്ട് പരിചയമുള്ള ഒരു നഴ്സ്, 1A എന്ന് പറയുന്ന ഒരു വാർഡിലെ ഒരു നഴ്സ് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന സമയത്ത് കുഴഞ്ഞു വീണു. ആരും കണ്ടില്ല, കുഴഞ്ഞു വീണു. പിന്നെ ആള് കണ്ടപ്പോ മരിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു നഴ്സിന്റെ ജോലി എന്താ? 12 മണിക്കൂർ അവർ ചെയ്യുന്ന ജോലി എന്താ? 1, 2, 3 പേഷ്യന്റ് ഉണ്ടാവും. ആ പേഷ്യന്റിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാവിലെ പോകും, BP ചെക്ക് ചെയ്യും, ഓക്കെ അല്ലേ ആണ്. അതേപോലെ തന്നെ മരുന്ന് കൃത്യസമയത്ത് കൊടുക്കണം, ഷുഗർ ഇടക്കിടക്ക് പരിശോധിക്കണം, മണിക്കൂറുകൾ ഇടപെട്ട് രോഗിയുടെ ആരോഗ്യം പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നഴ്സ്. 12 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞ് അടുത്ത നഴ്സിലേക്ക് എൻഡോസ്മെന്റ് കൈമാറും. എന്ന പേഷ്യന്റിന്റെ ഇന്നത്തെ സ്റ്റാറ്റസ് ഇതൊക്കെയാണ്, ഇനി എന്തൊക്കെയാണ് ബാക്കിയുള്ളത് ചെയ്യാനുള്ളത്, അടുത്ത നഴ്സിന് കൈമാറി മടങ്ങുന്നതിന്റെ ഇടയിലാണ് കാർഡിയാക് അറസ്റ്റ് വന്നുകൊണ്ട് വഴിയിൽ കുഴഞ്ഞു വീണ് ആ സഹോദരി മരണപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആക്സിഡന്റിന്റെ വാർത്തകൾ കേരളം വലിയ ചർച്ചയാണ്. ട്രാഫിക് അപകടങ്ങളിലൂടെ പിഞ്ചു കുഞ്ഞുങ്ങൾ, അതല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികൾ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നമ്മുടെയൊക്കെ മരണം അത് എപ്പോൾ, എവിടെ വെച്ച്, ഏത് സമയം, അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ഒന്നാണ്. നമുക്ക് അറിയില്ല. അതറിഞ്ഞാൽ നമുക്ക് ജീവിക്കാനും സാധ്യമല്ല. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ പ്രിയപ്പെട്ട എത്ര ആളുകളുടെ മരണം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടാകാം.
അപകടത്തിൽ മരണപ്പെട്ട ആളുകൾ ഒരു കുഴപ്പമില്ല, ഒന്ന് കുഴഞ്ഞു വീണു മരിച്ചു. ഫുട്ബോൾ താരങ്ങൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ നല്ല ആരോഗ്യത്തോടെ ഓടിച്ചാടി ഗോളടിക്കുന്നതിന്റെ ഇടയിൽ കുഴഞ്ഞു വീണ് നിമിഷങ്ങൾക്കകം മരിച്ചു വീഴുന്ന വാർത്ത നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആലോചിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. സ്വന്തം മരണം മുന്നിൽ എത്തി നിൽക്കുന്ന സമയത്ത് മാത്രമാണ് മനുഷ്യൻ ചിന്തിക്കുക, ആലോചിക്കുക. വലൻ യുഅഖിറല്ലാഹു നഫ്സ് ഇദാ ജാഅ അജലുഹാ. ഒരാളുടെ അജൽ എത്തിക്കഴിഞ്ഞാൽ, ഒരാളുടെ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവ് തരില്ല. ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഒരാൾക്ക് മരണം വന്നെത്തി കഴിഞ്ഞാൽ അയാൾ പറയുന്ന റബ്ബിർജിഊൻ, പടച്ചോനെ എന്നെ മടക്കി തരണേ. എത്ര വലിയ അഹങ്കാരിയാണെങ്കിലും അത് പറയും. ഫിർഔനെ കുറിച്ച് പറഞ്ഞില്ലേ, ഫിർഔൻ കടലിൽ മുങ്ങിത്തായുന്ന ആ സമയത്ത് അന റബ്ബുക്കുമുൽ അലാ, ഞാൻ തന്നെയാണ് ഉന്നതനായ രക്ഷിതാവ് എന്ന് അഹങ്കാരം പറഞ്ഞ ഫറവ മരണത്തിന്റെ ആ സമയത്ത് വിലപിക്കുന്ന വിലാപം ഉണ്ടെങ്കിൽ റബ്ബിൽ ഞാൻ വിശ്വസിച്ചോളാം, മൂസായിൽ ഞാൻ വിശ്വസിച്ചു കൊള്ളാം. പക്ഷെ ആ സമയത്തുള്ള പരിതാപം കൊണ്ട് കാര്യമില്ല. അതാണ്, ഒരു രക്ഷയില്ല, മനുഷ്യൻ വിലപിക്കും. റബ്ബിർജിഊൻ, അല്ലാഹുവേ എന്നെ ഒന്ന് മടക്കി തരണേ. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള എല്ലാ നന്മകളും പുണ്യങ്ങളും ചെയ്യാൻ എനിക്കൊരു അവസരം തരണേ. കുറെ നന്മയും പുണ്യമൊക്കെ ചെയ്യാനുണ്ട്, ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ജീവിതത്തിൽ ഞാൻ പാലിച്ചില്ല. മരണത്തെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല, അങ്ങനെ തോന്നിയതുപോലെ ജീവിച്ചു. പക്ഷെ ഇതാ എന്റെ സമയം ഫുൾ സ്റ്റോപ്പ് ഇവിടെ തീയുകയാണ്. എന്റെ ഭാര്യയെ വിട്ട് ഞാൻ പോകുന്നു, എന്റെ മക്കളെ വിട്ട് എന്റെ വീട്, ഞാൻ ധരിച്ച വസ്ത്രം, എന്റെ കണ്ണട, എന്റെ വാച്ച്, എന്റെ എല്ലാം വിട്ട് ഈ ഭൂമിയിൽ നിന്ന് ഞാൻ മടങ്ങുകയാണ്. പടച്ചോനെ, ഒന്നും ചെയ്തിട്ടില്ല, ഒന്നുമില്ല എന്റെ കയ്യിൽ, സമയം തരണേ. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഉപേക്ഷ വരുത്തിയിട്ടുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ അല്ലാഹുവേ നീ എനിക്ക് സമയം തരണേ. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. കല്ലാ, ഇല്ല, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് നിന്റെ വെറും വർത്തമാനം മാത്രമാണ്. എത്ര അവസരം കിട്ടി, ക്ലാസ്സുകൾ കേട്ടില്ലേ, ഖുത്ബകൾ കേട്ടില്ലേ, കൺമുന്നിൽ എന്തൊക്കെ ദൃഷ്ടാന്തങ്ങൾ മാറി മാറി കണ്ടു, എന്നിട്ടൊന്നും പഠിച്ചില്ല, നന്നായില്ല, വെറും വർത്താനാണ് നീ പറയുന്നത്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അതിനാൽ ഇനി നിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ നിനക്ക് ബർസഖ് ഉണ്ടായിരിക്കും, ഒരു മറയുണ്ടായിരിക്കും. അതാണ് ഖബർ. ബർസഖ് എന്ന് പറഞ്ഞാൽ അതാണ്. ബർസഖി ജീവിതം എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു, ഇനി ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എല്ലാവരും മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് വരെയുള്ള ആ സമയം അയാൾ ഖബറിലായി. പ്രിയപ്പെട്ടവരെ, മഹ്ശറയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുക, ഒരുമിച്ചിട്ടായിരിക്കും, ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വരും. എന്നാൽ ഖബർ ജീവിതം മരിച്ച ആ സമയം മുതൽ അഭിമുഖീകരിക്കേണ്ട ഒരു ലോകാണ്. നമ്മുടെ മരണപ്പെട്ടു പോയ ഉപ്പ ഉണ്ടെങ്കിൽ അവർ ഖബറിലാണ്, ഉപ്പാപ്പയുണ്ടോ ഖബറിലാണ്, പ്രിയപ്പെട്ട മക്കളുണ്ടോ അവർ ഖബറിലാണ്, ബർസഖിലാണ്. ആ ബർസഖിൽ രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞു. അതിലൊന്നാണ് ഇപ്പോ ആയത്ത്, ബർസഖ് ഉണ്ടായിരിക്കും എന്നുള്ള പറഞ്ഞു. അതേപോലെ തന്നെ ഫിർഔനെ കുറിച്ച്, ഫറോവയെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹ് പറഞ്ഞു, അന്നാറു യുഅറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യാ. ഫിർഔനിന് രാവിലെയും വൈകുന്നേരവും നരകം കാണിച്ചു കൊടുക്കുന്നുള്ളതാണ്. ഖബറിൽ ലഭിക്കുന്ന ശിക്ഷകളിൽ ഒന്ന്,
അല്ലെങ്കിൽ രക്ഷകളിലൊന്ന് അവന്റെ ഇരിപ്പിടം അവനെ കാണിക്കും. സ്വർഗാവകാശിയാണോ? രാവിലെയും വൈകുന്നേരവും സ്വർഗം കാണിക്കപ്പെടും, ഖബറിൽ ആശ്വാസമാണ്. നരകാവകാശിയാണോ? രാവിലെയും വൈകുന്നേരം നരകം കാണും, ഖബറിൽ രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്. ഖബർ ശിക്ഷ അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു പ്രതീക്ഷയില്ല, കാണുന്നത് നരകാണ്. ഇതൊന്നും അല്ലടോ ശിക്ഷ, ഇതിനേക്കാൾ വലിയ ശിക്ഷ ഇതാ നിനക്ക് വരാനിരിക്കുന്നു എന്ന് രാവിലെയും വൈകുന്നേരവും നരകം കാണുന്നതിലൂടെ. അതുകൊണ്ടാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടപ്പോ അദ്ദേഹം നിയന്ത്രിക്കാനാവാതെ കരഞ്ഞു. കണ്ണുനീര് നിയന്ത്രിക്കാനാവുന്നില്ല, കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ ഉറ്റിറ്റ് വീഴുകയാണ്. നീളമുള്ള തടിയുള്ള അതിവിശാലമായ താടിരോമങ്ങൾക്കിടയിലൂടെ കണ്ണുനീരുറ്റി ഭൂമിയിലേക്ക് നനവുണ്ടാവുകയാണ്. അപ്പൊ ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് ഇത് നിയന്ത്രിക്കാൻ പറ്റാത്തത്? സ്വർഗത്തെക്കുറിച്ച് ഓർമ്മിക്കപ്പെടുമ്പോൾ, നരകത്തെക്കുറിച്ചൊക്കെ പറയപ്പെടുമ്പോഴൊന്നും ഇത്ര കരയുന്നില്ലല്ലോ, ഖബർ കണ്ടാൽ എന്തേ നിങ്ങൾക്ക് കരച്ചിൽ നിയന്ത്രിക്കാൻ പറ്റാത്തത്? അവ്വലു മനാസിലിൽ ആഖിറ. ഖബറിനെ കുറിച്ച്, അതേ ആഖിറത്തിലേക്കുള്ള ഒന്നാമത്തെ ഭവനം അത് ഖബറാണ്. പരലോകത്തേക്കുള്ള ഒന്നാമത്തെ ഭവനം അത് ഖബറാണ്. ആ ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ളതൊക്കെ രക്ഷപ്പെട്ടു. ആ ഖബറിൽ പരാജയപ്പെടുകയാണോ, ബാക്കിയുള്ളതൊക്കെയും പരാജയപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ ശിക്ഷയിൽ നിന്ന് നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാ നിസ്കാരത്തിൽ അദാബുൽ ഖബറിൽ നിന്ന് എന്തിനാ രക്ഷ തേടുന്നത്? നമ്മളൊക്കെ എത്ര ആളുകൾ ഓർത്തോർത്ത് അദാബുൽ ഖബറിൽ നിന്ന് രക്ഷ തേടുന്നുണ്ട്. ഏറ്റവും ഭയങ്കരമായ അപകടങ്ങളിൽ നിന്നാണ് റബ്ബിനോട് നമ്മൾ രക്ഷ തേടുന്നത്. അതിലൊന്ന് ഖബറാണ്, നരകമാണ്. അതേപോലെ തന്നെ മസീഹു ദജ്ജാൽ, ഏറ്റവും വലിയ ഫിത്നയാണത്. ആ ഫിത്നകളിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ രക്ഷ തേടുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖബർ ജീവിതം, മരണത്തോടെ നമ്മൾ കടക്കാനുള്ള ഒരു ലോകം, അതിനുവേണ്ടി എന്തുണ്ട് നമ്മുടെ കൈകളിൽ? അതിനുവേണ്ടി എന്തൊരുക്കി? അതിനൊരുപാട് സമയമൊന്നും ആവശ്യമില്ല. ആയുസ്സൊക്കെ എത്രയായി, എത്ര വരെയാ മാക്സിമം മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത്? 60ന്റെയും 70ന്റെയും ഇടക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി അതൊന്നും വേണ്ട, എന്റെ സമയമായി കഴിഞ്ഞാൽ 20 വയസ്സാണെങ്കിലും ശരി, 32 വയസ്സാണെങ്കിലും ശരി, അള്ളാഹ് നിശ്ചയിച്ച സമയത്ത്, അള്ളാഹു നിശ്ചയിച്ച രൂപത്തിൽ ആ മരണം പിടികൂടും. എത്രയെത്ര ഉദാഹരണങ്ങളും ചിത്രങ്ങളും നമ്മുടെ മുന്നിലുണ്ട് അല്ലെ? അധ്വാനിച്ചുണ്ടാക്കിയ വീട് കാണാനില്ല, വീട്ടിലുള്ള എന്റെ കുടുംബക്കാരെയും കാണാനില്ല എന്ന് പരിതപിക്കുന്ന എത്ര ആളുകളെ നമ്മൾ വയനാട് കണ്ടു. ഒരു രാത്രി പകലാകുമ്പോഴേക്ക് ഒരു നാട് മുഴുവൻ നൂറുകണക്കിന് മനുഷ്യരെ കാണാത്തൊരവസ്ഥ. 2024 വലിയ ടെക്നോളജി ഒക്കെ വളർന്നു എന്ന് പറയുമ്പോഴും എത്ര മനുഷ്യരുടെ ബോഡിയാണ് ഇനിയും കിട്ടാൻ ബാക്കി? ആ ഖബർ ജീവിതത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ ഒരാളും ഒഴിവല്ല. നമ്മൾ ആരും ആ ഖബർ ജീവിതത്തിൽ നിന്ന് ഒഴിവല്ല അല്ലെ? സാധാരണ ആളുകൾ ചിന്തിക്കും, ഈ വിമാനം പൊട്ടിത്തെറിച്ച് മനുഷ്യന്റെ ബോഡി പോലും കിട്ടില്ല, അയാൾക്ക് ഖബറില്ലേ? ഉണ്ട്. ഒരു മനുഷ്യനെ സിംഹം കടിച്ചു തിന്നു, ഒന്നും ബാക്കിയില്ല, അയാൾക്ക് ഖബറില്ലേ? ഉണ്ട്. സമുദ്രത്തിലേക്ക് ആപ്പതിച്ചു പോയാള് മത്സ്യങ്ങളൊക്കെ തിന്നിട്ടുണ്ടാവും, ബോഡിയുടെ ഒന്നും ബാക്കിയായില്ല, അയാൾക്ക് ഖബറില്ലേ? ഉണ്ട്. ആത്മീയ ലോകത്തെ ഖബർ എന്ന് പറഞ്ഞാൽ അത് കേവലം നമ്മുടെ പള്ളിക്കാട്ടിലുള്ള 6 അടി മണ്ണല്ല. മരിച്ചുപോയ എല്ലാ മനുഷ്യർക്കും, ബോഡി കത്തിക്കപ്പെട്ടാലും ബോഡി ലഭിച്ചില്ലെങ്കിലും എല്ലാവർക്കും ബർസഖുണ്ട്, ഖബറുണ്ട്. അവിടെ രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്. അത് കേവലം നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാവുന്ന ഒന്നല്ല. എന്താണോ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചത് അത് അതുപോലെ വിശ്വസിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള വിധേയത്വവും വിനയവും കീയൊതുക്കവുമാണ് വിശ്വാസികളായി നമുക്കുണ്ടാകേണ്ടത്. ആ ഖബറിൽ പ്രകാശമുണ്ട് എന്ന് പറഞ്ഞു. ഖബർ കൂരിരുട്ടാണ്, അതിൽ സൽക്കർമ്മങ്ങളാണ് അവിടുത്തെ പ്രകാശം എന്ന് പറഞ്ഞു. സൽക്കർമ്മങ്ങളുണ്ടോ? ആ ഖബറിൽ പ്രകാശമുണ്ട്. ഒരു മനുഷ്യനെ ഖബറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആദ്യം അതിന്റെ ഒരു ലഹുത്വത്തിന്റെ, അഥവാ ഒന്നാമത്തെ ഒരു ഞെക്കൽ, ശരീരത്തെ ഒട്ടിപ്പിടിക്കുന്ന ഖബറിന്റെ ഒരു ഇടുക്കമുണ്ട്. ഒരു കുട്ടി പോലും അതിൽ നിന്ന് ഒഴിവല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പോലും ആ ഒരു ഞെരുക്കം ഉണ്ടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഖബറിൽ ഒരു വിശാലത വേണമെങ്കിൽ, അവിടെ രക്ഷപ്പെടണമെങ്കിൽ മുൻകർ നക്കീർ മലക്കുകൾ വരും.
ഒന്നാമത്തെ ചോദ്യമുണ്ട്, അവിടെ ചോദ്യോത്തരമുണ്ട്, ഖബറിൽ വിചാരണയുണ്ട്. അതിനെയൊക്കെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ഹദീസുകളെ നിഷേധിക്കുകയും ചെയ്യുന്ന മുസ്ലിം നാമധാരികൾ ഉൾപ്പെടെയുള്ള ലോകത്ത് നമ്മളുള്ളത്. അവിടെ ചോദിക്കുന്ന ചോദ്യം എന്താ? ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം അത് ജീവിതം കൊണ്ട് നേടേണ്ടതാണ്. പരീക്ഷയ്ക്ക് നമ്മുടെ കുട്ടികൾ മനഃപ്പാഠം പഠിക്കും, പുസ്തകം വെച്ചിട്ട് എസ്സേ മനഃപ്പാഠം പഠിക്കും, അതുപോലെ തന്നെ ചോദ്യത്തിന്റെ ഉത്തരം മനഃപ്പാഠം പഠിക്കും. അതുപോലെ മനഃപ്പാഠം പഠിച്ചിട്ട് പോയിട്ട് ഉത്തരം പറയാൻ പറ്റുന്ന സ്ഥലമല്ല ഖബർ. മൻ റബ്ബുക എന്ന ഒന്നാമത്തെ ചോദ്യം അല്ലെ, അതിക്രൂരന്മാരായ, കണ്ടാൽ തന്നെ പേടി തോന്നുന്ന രൂപത്തിൽ മലക്കുകൾ വരും. എന്നിട്ട് അവർ ഒന്നാമതായി ചോദിക്കുന്ന ചോദ്യം മൻ റബ്ബുക എന്നതാണ്. ആരാണ് നിന്റെ രക്ഷിതാവ്? എന്തിനാണ് 60 കൊല്ലം ഭൂമിയിൽ നീ ജീവിച്ചത്? എന്തിനാണ് 40 കൊല്ലം ആയുസ് അല്ല നിനക്ക് തന്നത്? എന്തിനാണ് 20 വയസ്സ് വരെ അല്ല നിനക്ക് ഭൂമിയിൽ ആയുസ് തന്നത്? അത് ജീവിതത്തിൽ ഒന്ന് സാക്ഷാത്കരിക്കാനാണ്. എന്താണ് ആ സാക്ഷാത്കാരം? അത് തൗഹീദിന്റെ സാക്ഷാത്കാരമാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ. ജിന്നവർഗത്തെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടല്ലാതെ. എന്തിനാ അള്ളാഹ് നമ്മളെ പടച്ചത്? അള്ളാഹിനെ ആരാധിക്കാൻ. ഖബറിൽ ഒന്നാമത്തെ ചോദ്യം അതാണ്. അള്ളാഹിനെ അറിയണമല്ലോ, അള്ളാഹിനെ ആരാധിക്കണമെങ്കിൽ. ഒന്നാമത്തെ ചോദ്യം മൻ റബ്ബുക, ആരാണ് നിന്റെ രക്ഷിതാവ്? അവിടെ അല്ലാഹു റബ്ബി എന്ന് പറയാൻ പറ്റണമെങ്കിൽ അള്ളാഹിനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം ക്ലിയർ ആവണം, അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ അറിവ് ക്ലിയർ ആവണം, തൗഹീദ് സാക്ഷാത്കരിക്കണം. ശിർക്കിന്റെ ലാഞ്ചന പോലും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ലോകത്തെ അറിവുകളിൽ ഏറ്റവും എളുപ്പമുള്ള അറിവ് ഏതാണോ അതാണ് ലോകത്തെ ഏറ്റവും വലിയ അറിവ്. ഈ ഭൂമിയിൽ ഏറ്റവും വലിയ അറിവ് ഏതാണോ ആ അറിവാണ് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള അറിവ്. ഏതാണ് അറിവ്? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനേക്കാൾ എളുപ്പമുള്ള അറിവ് പറയുക. ഫഅലം, അറിയുക, അന്നഹു, തീർച്ചയായും അവൻ അല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെ. നിസ്കാരത്തിലെ 2 പ്രാർത്ഥന, വജ്ജഹ്തു വജ്ഹിയ ലില്ലദി, അതൊന്ന് കാണാതെ പഠിക്കണം. ചിലപ്പോ ചിലർക്ക് അരമണിക്കൂർ മതിയാകൂല. അല്ലാത്ത കഷ്ണം തന്നെ ഇത് മനഃപ്പാഠം പഠിക്കാൻ. അല്ലാഹുമ്മ ബാഇദ് ബൈനി പഠിച്ചിട്ട് നിൽക്കുന്നില്ല മനസ്സിൽ. ചിലർക്ക് പരാതി പറയാം, ഫിഖ് എനിക്ക് മനസ്സിലാവുന്നില്ല, കർമ്മശാസ്ത്രം എനിക്ക് മനസ്സിലാവുന്നില്ല, പല അറിവും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയാം. പക്ഷെ തൗഹീദ് മനസ്സിലാക്കാൻ എത്ര ബുദ്ധിയാ വേണ്ടേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാകാത്ത ഏത് ബുദ്ധിയാ ഉള്ളത്? അതൊരു ബോധ്യം മാത്രമാണ്. ആ ബോധ്യം മനസ്സിലാക്കാൻ എളുപ്പാ. കുത്തിയിരുന്ന് മനഃപ്പാഠം പഠിക്കാനില്ല, മണിക്കൂറുകൾ ചെലവഴിച്ച് എഴുതി പഠിക്കാൻ മാത്രമൊന്നുമില്ല. ഏത് സാമാന്യ തലച്ചോറിനും മനസ്സിലാകുന്ന ഒരു കാര്യമാണെന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ് ഏത് വിഷയത്തിൽ ഒരു മനുഷ്യന് തെറ്റുകളും അബദ്ധങ്ങളും വന്നാൽ നരകം ശാശ്വതമല്ല. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ തെറ്റ് വന്നാലോ നരകം ശാശ്വതമാണ്. കാരണം അത് അത്രയും സിമ്പിൾ ആയ ഒരു അറിവാണ്. അല്ലെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ വിളിക്കാം, പറഞ്ഞു കൊടുക്കാം എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിക്കാം, പറഞ്ഞു കൊടുക്കാം എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ രാത്രി 12 മണിക്ക് പോയപ്പോ അവിടെ ഒരു മനുഷ്യൻ ചാക്ക് വിരിച്ച് കിടക്കുന്നുണ്ട്. പാവം, സ്കൂളിൽ പോയിട്ടില്ല, എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, ഒരു പാവം മനുഷ്യൻ. ആ മനുഷ്യന് ബുദ്ധിയും വകതിരിവും ഉണ്ടോ? അയാളെ വിളിച്ചിട്ട് അയാൾക്ക് പറഞ്ഞു കൊടുക്കാം എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആർക്കും മനസ്സിലാകും. അങ്ങേയറ്റത്തെ സിമ്പിൾ നോളജ്. കാട്ടിന്റെ ഉള്ളിൽ ലോകം കണ്ടാത്ത മൊബൈൽ കണ്ടാൽ ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ചോടുന്ന നിസാരനായ ഒരു മനുഷ്യനാകട്ടെ, അയാൾക്കും പറഞ്ഞു കൊടുക്കാം എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങേയറ്റത്തെ സിമ്പിൾ അറിവാണത്. അതാണ് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ. നമുക്കൊക്കെ അറിയാം, അതറിയാത്ത ആരും ഇവിടെ ഇല്ല. എന്താണ് ആയത്ത്? യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ അല്ലദീ ജഅല ലകുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാഅ وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا
വഅൻതും തഅലമൂൻ. എത്ര സിമ്പിളായ ലോജിക്കാണ്. ഏത് മനുഷ്യനെയും വിളിക്കാം. യാ അയ്യുഹന്നാസ്, മനുഷ്യ, മനുഷ്യനായ മനുഷ്യ, മനുഷ്യ ഉഅ്ബുദൂ റബ്ബക്കും, നീ നിന്റെ രക്ഷിതാവിനെ ആരാധിക്കണം. അപ്പൊ അടുത്ത ചോദ്യം, ആരാ രക്ഷിതാവ്? ആരാ രക്ഷിതാവ്? അല്ലദീ ഖലഖക്കും, നിന്നെ പടച്ചവൻ. വല്ലദീന മിൻ ഖബലിക്കും, നിന്റെ മുൻഗാമികളെ, നിന്റെ ഉപ്പയെ ഉപ്പൂപ്പയെ ഉമ്മയെ ഉമ്മുമ്മയെ പടച്ചവൻ. എന്തിനാ അല്ലാഹനെ മാത്രം ആരാധിക്കുന്നത്? ലഅല്ലക്കും തത്തഖൂൻ, നീ സൂക്ഷ്മതയുള്ള ധർമ്മനിഷ്ഠയുള്ളവനായി തീരാൻ. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, എന്തുകൊണ്ട് അല്ലാഹ് അല്ലാത്തവരെ ആരാധിച്ചുകൂടാ, അല്ലാഹനെ മാത്രം ആരാധിക്കണം? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഭൂമിയെ നിനക്ക് വിരിപ്പാക്കി തന്നു. വസ്സമാഅ ബിനാഅ, ആകാശത്തെ നിനക്ക് മേൽക്കൂരയാക്കി തന്നു. വഅൻസല മിനസ് സമാഇ മാഅ, ആകാശത്ത് നിന്ന് മഴ ഭൂമിയിലേക്ക് വർഷിപ്പിച്ചു. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, അതിൽ നിന്ന് നിനക്ക് ആവശ്യമായ റിസ്ക്, ഉപജീവനം, ഫ്രൂട്ട്സും പച്ചക്കറികളും എല്ലാം മുളപ്പിച്ചു തന്നു. ഇതൊക്കെ ആരാ? അല്ലാഹ്. എങ്കിൽ ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ, ഇതൊക്കെ അല്ലാഹയാണ് എന്ന അറിവുണ്ടായിട്ട് നീ അല്ലാഹുവിൽ സമന്മാരെ സ്ഥാപിക്കരുത്. അതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്ര സിമ്പിളാ. ഇതൊക്കെ ആരാ പടച്ചത്? അല്ലാഹ്. സൂര്യൻ പടച്ചതാരാ? ചന്ദ്രനെ പടച്ചതാരാ? ഇത് സമർത്ഥിക്കുന്ന എത്ര ആയത്തുകളാണ് ഖുർആനിൽ. വമിൻ ആയാതിഹി എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയുന്നുണ്ട്, അല്ലൈലു വന്നഹാർ, രാവും പകലും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. മനുഷ്യനെ അവൻ ഇണകളാക്കി സൃഷ്ടിച്ചു, അതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. സൂര്യന്റെ സൃഷ്ടിപ്പിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ആകാശവും ആകാശത്തുള്ള ഗോളങ്ങളും അങ്ങനെ തുടങ്ങി എന്തൊക്കെ ഉണ്ട്, ഇതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം. ഇതൊക്കെ എന്താ പറയുന്നത്? അല്ലാഹ് ഉണ്ട് എന്നാണ് അല്ലെ? ചില ആളുകളൊക്കെ, ചില വിഡ്ഢികൾ പറയും അള്ളാനെ മാത്രം ആരാധിക്കണമെന്നേ ഖുറാനിലുള്ളൂ. അല്ലാഹ് ഉണ്ട് എന്നുള്ളത് എന്താ തെളിവ്? അല്ലാഹ് ഉണ്ടെന്ന് ഖുറാനിലില്ലല്ലോ. അള്ളാനെ മാത്രം ആരാധിക്കണം എന്ന് വാദിക്കുന്ന തെളിവുകളെ ഖുറാനിലുള്ളൂ. അതേപോലെ ചോദിക്കുന്ന ഒരു വിഡ്ഢി ചോദ്യമാണ്, മരിച്ചിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഖബറിൽ പോയി വന്ന ആരെങ്കിലും ഉണ്ടോ? ഖബർ ജീവിതം ഉണ്ടോ? സ്വർഗത്തിൽ പോയിട്ട് വന്ന ആരെങ്കിലും ഉണ്ടോ? നരകത്തിൽ പോയി വന്നവരുണ്ടോ? ഇവിടെയൊക്കെയാണ് ഒരു വിശ്വാസിക്ക് ഖുർആനാണ് ഇതിനൊക്കെ ഉള്ള മറുപടി. കാരണം എന്താ? ഖുർആൻ ആവർത്തിച്ച് പറയുന്നത് എന്താ? ഇത് അല്ലാഹുവിൽ നിന്നാണ്. ഈ ഖുർആൻ ആരിൽ നിന്നാണ്? അല്ലാഹുവിൽ നിന്നാണ്. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ച തമ്പുരാൻ മനുഷ്യനോട് സംസാരിക്കുന്നതാണ് ഖുർആൻ. നരകം ഉണ്ടോ ഇല്ലയോ, പോയിട്ട് വന്നിട്ടുണ്ടോ ഇല്ല, ഇതാ ഖുർആൻ. നീ നരകവും സ്വർഗവും പടച്ച, നിന്നെ പടച്ച, ഭൂമി പടച്ച, സൂര്യൻ പടച്ച, ചന്ദ്രനെ പടച്ച, സർവ്വതും പടച്ച അല്ലാഹ് പറയാനുണ്ട്. നരകം ദാ പടച്ചോൻ പറയാനുണ്ട്, സ്വർഗം അല്ലാഹു പറയുകയാണുണ്ട്. ഖുർആൻ ഇറക്കിയത് അല്ലാഹയാണെന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹ് ഉണ്ട് എന്നല്ല അതിൽ കിട്ടുന്ന ഒന്നാമത്തെ പോയിന്റ്. ഖുർആൻ ഇറക്കിയത് ആരാ? അല്ലാഹയാണ്. അപ്പൊ അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താ? പടച്ചോൻ ഉണ്ട് എന്നുള്ള പോയിന്റ് അവിടെ തന്നെ എത്ര ക്ലിയർ ആണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ് പരലോക രക്ഷയ്ക്ക് ഏറ്റവും പ്രധാനം. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ അറിവ് എന്താണ്? അല്ലാഹുവിനെ അറിയുക. അവിടെ നമ്മുടെ ഒക്കെ ബോധ്യം, നമ്മുടെ ഒക്കെ അറിവ് എത്ര ഉണ്ട്? ഒന്നാമത്തെ ബോധ്യം മാത്രം, കുത്തിയിരുന്ന് മനഃപ്പാടം പഠിക്കാനൊന്നുമില്ല. സർവ്വതും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചോനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ആ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കാൻ പാടില്ല എന്ന അറിവ് മാത്രം. ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ തന്നെ അവസ്ഥ എന്താ അല്ലെ? മടവൂരാരാ? പടച്ചോനാണോ? ചോദിച്ചവനോട് അയച്ചൊല്ലു, അതെ അതെ ഞങ്ങളെ പടച്ചോൻ മടവൂര, പാടി നടക്കുക. അത് വിശ്വസിക്കുന്ന എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഇല്ലേ? അത് വിശ്വസിക്കുന്ന കുറെ ടെക്കികളും ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരില്ല. ലോകം നിയന്ത്രിക്കുന്നതാരാ? പണ്ടൊക്കെ നമ്മൾ പരിപാടി വെച്ചൊക്കെ ഫ്ലക്സിന്റെ ഏറ്റവും മുകളിൽ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം, ഖണ്ഡനം പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം, സംവാദം പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം. ഇന്നെന്താ? അള്ളയാണ് പടച്ചോൻ എന്ന് പറയേണ്ട അവസ്ഥ മുസ്ലിങ്ങളോട്. പടച്ചോൻ അല്ലാഹു തന്നെ. അതല്ലെങ്കിൽ ലോകം നിയന്ത്രിക്കുന്നത് അല്ലാഹു തന്നെ. ഇത് ആരോടാ പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നത്? തട്ടയിട്ട് നടക്കുന്ന ഉമ്മമാരോട് അല്ലെ? തൊപ്പിയിട്ട് നടക്കുന്ന ഉസ്താദുമാരോട് പറഞ്ഞു കൊടുക്കണം. ലോകം നിയന്ത്രിക്കുന്നത് അല്ലാഹ് തന്നെയാണ്, CM മടവൂരല്ല എന്ന് പറഞ്ഞ് ക്ലാസ് എടുത്തു കൊടുക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ചോക്കെ. ഈ ഉമ്മത്ത് എങ്ങോട്ടാ അള്ളാഹിനെ കുറിച്ചുള്ള അറിവിന്റെ വിഷയത്തിൽ പോകുന്നത്? അല്ലാഹ് എല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചു,
അള്ളാഹ്ക്ക് കൊടുക്കേണ്ടതെല്ലാം അള്ളാഹ് അല്ലാത്തവർക്ക് ഓരോന്നോരോന്നായി കൊടുത്തു. അവസാനം അവരെന്നെയാണ് പടച്ചോൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. ആരാണ് അള്ളാഹ്? ആരാണ് അള്ളാഹ്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എത്ര സിമ്പിളാ പറയുക. അള്ളാഹു ഏകനാണ്, അവൻ അനാശ്രയനാണ്, അവൻ ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല, അവന് തുല്യമായി ആരും തന്നെ ഇല്ല, അവന് തുല്യമായി ആരും തന്നെ ഇല്ല. ഏതോ ഒരു CM മടവു സ്മരണികയിൽ എഴുതി വെച്ചില്ല, അള്ളാഹ് കേൾക്കും പോലെ ഔലിയാക്കൾ കേൾക്കും? ഇല്ല, കേൾക്കൂല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. കാണുമെന്നില്ല, കാണില്ല. അറിയും, ഇല്ല, അറിയില്ല. അള്ളാഹ് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ അള്ളാഹ്ക്കുള്ള ഒക്കെ വകവെച്ചു കൊടുക്കാം എന്ന് വിചാരിക്കാം. എന്തിനാ ആയത്തുൽ കുർസി ഓതി? ഖുർആനിൽ അഅലമു ആയത്ത്, ഖുർആനിൽ 6000-ലധികം വരുന്ന ആയത്തിൽ ഏറ്റവും മഹത്തായ ആയത്ത് ഏതാ? ആയത്തുൽ കുർസി. എന്താണ് ആയത്തുൽ കുർസിയിലൂടെ അള്ളാഹ് പറയുന്നത്? എന്താണ് ആയത്തുൽ കുർസിക്ക് ഇത്ര മഹത്വം? അതറിയാത്ത ആരുമില്ലല്ലോ. ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലണം, നിസ്കാര ശേഷം ചൊല്ലണം. ആ ആയത്തുൽ കുർസിയുടെ അർത്ഥം എന്താ? ആയത്തുൽ കുർസിയിൽ എന്താ പറയുന്നത്? അള്ളാഹിനെ പരിചയപ്പെടുത്താണ്. ഒരാൾ വന്നിട്ട് ചോദിക്കാണ്, ആരാണ് അള്ളാഹ്? ഹു ഈസ് അള്ളാഹ് എന്ന് ചോദിച്ചാൽ അള്ളാഹു, കേട്ടോ, ആരാണ് അള്ളാഹ്? ആരാണ് അള്ളാഹ്? അള്ളാഹു. ആരാണ് അള്ളാഹ്? ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. എല്ലാവർക്കും അറിയാലോ ആരാണ് അല്ലാഹ്. അല്ലാഹ് ആരാണ്? അല്ലാഹ്. ലാ ഇലാഹ. അള്ളാഹിനെ കുറിച്ചുള്ള അറിവിൽ ഒന്നാമത്തെ അറിവ് എന്താ? ലാ ഇലാഹ, ഒരാരാധ്യനുമില്ല, ഇല്ലാഹുവ, അവനല്ലാതെ. വൈ വൈ വൈ. അടുത്ത ചോദ്യം, എന്തുകൊണ്ട്? എന്തുകൊണ്ട് അള്ളാഹിനെ ആരാധിക്കാവൂ? ആരാധനയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥന, അല്ലെ? പ്രാർത്ഥനയാണ് ആരാധനയുടെ അടിസ്ഥാനം. ഏത് ആരാധനയാകട്ടെ മനുഷ്യ മനസ്സിൽ നിന്ന് നിർഗളിക്കുന്ന പ്രാർത്ഥന. അതാണ് റസൂൽ പറഞ്ഞത്, അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന തന്നെയാണ് ആരാധന. അപ്പൊ അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിന് മാത്രമേ നേർച്ച വഴിപാടുകൾ പാടുള്ളൂ, അള്ളാഹുവിൽ നിന്ന് മാത്രമേ അബൗദികമായ ഗുണവും ദോഷവുമെല്ലാം പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അള്ളാഹ് മാത്രമാണ് ആരാധനക്ക് അർഹൻ. അപ്പൊ എന്തുകൊണ്ട്? അൽ ഹയ്യ്, ഒന്നാമത്തെ ഗുണം. അള്ളാഹ് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ഒന്നാമത്തെ ഗുണം, ഒന്നാമത്തെ തെളിവ് അൽ ഹയ്യ്, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അള്ളാഹ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അള്ളാഹിനെ എപ്പോഴും വിളിക്കാം, അള്ളാഹുവിനെ എപ്പോ വിളിച്ച് പ്രാർത്ഥിക്കാം. അള്ളാഹ് 24 മണിക്കൂർ അവൈലബിൾ ആണ്. ഒരു സെക്കൻഡ് പോലും അള്ളാഹിനെ കിട്ടാത്ത നോൺ റീച്ചബിൾ അവസ്ഥ ഉണ്ടാകൂല. എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമുക്ക് കിട്ടും. അള്ളാഹ് ഹയ്യാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഈ ഗുണം വേറെ ആർക്കെങ്കിലും ഉണ്ടാവോ? ഉണ്ടാവോ? ഉണ്ടെന്ന് വാദിക്കാൻ പറ്റുമോ? എന്നാ മരിച്ച് കബറിൽ കിടക്കുന്ന ആളുകളെ കുറിച്ച് ആളുകൾ എന്താ വിശ്വസിക്കുന്നത്? അവരിപ്പോ അവിടെ ജീവിക്കുകയാണ്, ദുനിയാവിന്റെ കാര്യത്തിലൊക്കെ ഇടപെടും, അല്ലെ? കുറച്ച് ആളുകളൊക്കെ പ്രസംഗിക്കും, എന്താ മരിച്ചു കഴിഞ്ഞാൽ വീട്ടിന്റെ അടുത്ത് വന്നിട്ട് നോക്കും, എന്റെ കുടുംബക്കാരും ആളുകളൊക്കെ ഓക്കെ അല്ലേ എന്നൊക്കെ നോക്കി നടക്കും. അവർക്ക് ഇപ്പോഴും ആക്സസ് ഉണ്ട്, നമ്മളെ കേൾക്കാൻ ഒക്കെ പറ്റും. പിന്നെന്താ മരണം, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. സഹാബത്തിന് ആദ്യം തിരുത്തു കൊടുത്ത കാര്യം എന്താ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി കഴിഞ്ഞാൽ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്, അല്ലെ? ഒന്നാമത്തെ ഖലീഫ. ഉമർ റളിയല്ലാഹു അൻഹു സമ്മതിക്കുന്നില്ല റസൂൽ വഫാത്തായി എന്നത്. സ്നേഹം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അള്ളാന്റെ റസൂൽ വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവരെ കൈകാര്യം ചെയ്യും എന്നൊക്കെ പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു ബഹളം വെക്കുകയാണ്. സഹാബത്തിൽ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയ പ്രസംഗം എന്താ? നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആരാധിച്ചതെങ്കിൽ കത് അള്ളാന്റെ റസൂൽ വഫാത്തായി. അള്ളാഹുവിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? ഹയ്യുൻ
ലാ യമൂത്ത്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, ഒരിക്കലും മരിക്കാത്തവനാണ്. അതിന്റെ അർത്ഥം എന്താ? അള്ളാനെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ, അള്ളാഹ്ക്ക് നേർച്ച വഴിപാടുകൾ കൊടുത്തോളൂ, അള്ളാനെ ആരാധിച്ചോളൂ, അള്ളാഹ് എപ്പോഴും അവൈലബിൾ ആണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇനി പ്രാർത്ഥിക്കാനോ നബിനോട് ദുനിയാവിന്റെ കാര്യങ്ങൾ പറയാനോ നബിയായിട്ട് ചർച്ച ചെയ്യാനോ ഒന്നും പറ്റില്ല. കാരണം റസൂല് വഫാത്തായി, റസൂലിന്റെ മയ്യത്ത് മറമാടാൻ കുറച്ച് വൈകി. എവിടെ മറമാടണം? ബഖീയിലാണോ? എവിടെയാ അള്ളാന്റെ റസൂലിന് ഖബർ ഒരുക്കേണ്ടത്? റസൂലിനോട് ചോദിക്കാൻ പറ്റുമോ? വഫാത്തായ റസൂലിനോട് ചോദിക്കാൻ പറ്റുമോ, നബി ഇനി നിങ്ങൾക്ക് എവിടെയാ ഖബർ ഒരുക്കേണ്ടതെന്ന്? റസൂൽ പ്രതികരിക്കുവോ? ഇല്ല. അള്ളാന്റെ റസൂലിന്റെ തിരുശരീരം ഇനി അനങ്ങില്ല, ആ കണ്ണുകൾ ഇനി അനങ്ങില്ല, ആ ചുണ്ടുകൾ ഇനി മന്ത്രിക്കില്ല, ആ ശബ്ദം ഇനി പുറത്തേക്ക് വരില്ല. ആ ബോധ്യമുള്ളത് കൊണ്ടാണ് സഹാബത്ത് ആ വിയോഗം സഹിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടപെട്ടു. ദാ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു നബിക്ക് എവിടെയാണോ ഖബർ വേണ്ടത് അവിടെയാണ് മരിക്കുക, അവിടെയാണ് വഫാത്താവുക. ആയിഷ ബീവിയുടെ വീട്ടിൽ ആ കട്ടില മാറ്റി അവിടെ തന്നെ റസൂലിന് ഖബർ ഒരുക്കി. അതാണ് ഇന്നും മസ്ജിദുൻ നബവിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ റസൂലിന്റെ ഖബർ എവിടെയുള്ളത്? ആയിഷ ബീവിന്റെ വീട്ടിലാണ്. നബിന്റെ വീടായിരുന്നു അത്. ആ ഉജ്റയിൽ ആ റസൂല് വഫാത്തായ അതേ സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖബർ ഒരുക്കി. പക്ഷെ ഇന്ന് ആളുകൾ ഹയ്യ്, മരിച്ച ആൾക്കും അതേ പദവിയാണ്. ലോകം നിയന്ത്രിക്കുന്നതാരാ? മരിച്ച ആളാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് വാദിക്കുകയും വിശ്വസിക്കുകയും അതിനുവേണ്ടി ഫൽ മുദബ്ബിറാത്തി അംറ പോലെയുള്ള ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഹയ്യ് എന്ന പദവി അള്ളാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ. അൽ ഖയ്യൂം, ഹയ്യ് അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അൽ ഖയ്യൂം, സർവ്വതും നിയന്ത്രിക്കുന്നവനാണ്. ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരല്ല, അൽ ഖയ്യൂം അതല്ലയാണ്. പടച്ചോനാണ് ഖയ്യൂം, സർവ്വതും നിയന്ത്രിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പം എത്രയാ? ആകാശങ്ങളുടെ വലിപ്പം എത്രയാ? മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റും അല്ലെ? കുറച്ച് മാസങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഒരു ചിത്രം പുറത്തു വിട്ടത്. ആ ചിത്രം കണ്ടപ്പോ എല്ലാ ലോകത്തുള്ള നാസയിലെയും ISROയിലെയും ഒക്കെ ശാസ്ത്രകാരന്മാർ, ആസ്ട്രോണമിസ്റ്റ് മൂക്കത്ത് വിരലും വെച്ച് കുത്തിയിരുന്നു. എന്തേ? 2024 നമുക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മൾ എവിടെ എത്തിയിട്ടില്ല. പ്രപഞ്ച പഠനത്തെ കുറിച്ച്, യൂണിവേഴ്സിനെ കുറിച്ചുള്ള പഠനത്തിൽ, കോസ്മോളജിയെ കുറിച്ചുള്ള പഠനത്തിൽ നമ്മൾ എവിടെ എത്തിയിട്ടില്ല. കാരണം ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പം ചിന്തിക്കാൻ പോലും പറ്റൂല. പ്രകാശവർഷം എന്ന് കണക്ക് പറയുന്നല്ലാതെ അതിന്റെ അങ്ങേയറ്റം പോയിട്ട് അതിന്റെ ഒരു ഏകദേശ അറ്റത്തെത്താൻ പോലും നമുക്ക് ആയിട്ടില്ല, ആവുകയില്ല. മനുഷ്യൻ എന്ന ദുർബലൻ അല്ലെ, വികസിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിൽ എത്ര ചെറുത ഭൂമി. വലിയൊരു മരുഭൂമിയിൽ പോയി കഴിഞ്ഞാൽ അതിലൊരു മണൽത്തരി എടുത്താൽ ആ മണൽത്തരിയുടെ വാല്യൂ മാത്രമേ അള്ളാഹിന്റെ ഈ സൃഷ്ടിലോകം, മനുഷ്യൻ അറിയാവുന്ന ഈ പ്രപഞ്ചത്തിൽ ഭൂമിക്കുള്ള സ്ഥാനമുള്ളൂ അല്ലേ? എന്നിട്ടാണ് മനുഷ്യൻ ഇങ്ങനെ അഹങ്കരിച്ച് നടക്കുക. ഈ ഭൂമി എന്ന് പറഞ്ഞ ഇത്തിരി പോകുന്ന ഒരു പൊട്ട് ഈ മഹാപ്രപഞ്ചമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ആ ഭൂമിയാകട്ടെ സൂര്യൻ എന്ന് പറയുന്ന, മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയിലെ എണ്ണമറ്റ ഒരുപാട് നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു നക്ഷത്രം മാത്രമാണ് ഈ സൂര്യൻ. ഇനി മിൽക്കി വേ ആകട്ടെ, മിൽക്കി വേയേക്കാൾ വലിയ എത്രയോ വലിയ ഗാലക്സികൾ വേറെയുണ്ട്. എത്ര വലുതാണ് ഈ മഹാപ്രപഞ്ചം. ലോകത്ത് ഇപ്പൊ എത്ര കാർ റോട്ടിലുണ്ടാവും? ലോകത്ത് പാനൂർ എത്ര കാർ ഉണ്ടാവും റോട്ടിൽ, വാഹനങ്ങൾ? കണ്ണൂർ ജില്ലയിൽ മൊത്തം ഒന്ന് നോക്കിക്കോ, തളിപ്പറമ്പ്, കണ്ണൂര്, തലശ്ശേരി, മാഹി ഒക്കെ കൂട്ടി എത്ര കാർ ഉണ്ടാവും റോട്ടിൽ? നമ്മുടെ കേരളത്തിൽ ഇപ്പോ റോട്ടിൽ എത്ര കാർ ഉണ്ടാവും? ഇന്ത്യയിൽ റോട്ടിൽ എത്ര കാർ ഉണ്ടാവും? ഏഷ്യയിൽ, ചൈന ഉൾപ്പെടുന്ന ഏഷ്യയിൽ ഇപ്പൊ ലോകത്ത് എത്ര കാർ ഉണ്ടാവും റോട്ടിൽ? അങ്ങനെ 7 കോണ്ടിനെന്റിലുള്ള 100-ലധികം വരുന്ന എല്ലാ രാജ്യങ്ങളിലും കൂടി ഇപ്പൊ റോട്ടിൽ എത്ര കാർ ഉണ്ടാവും? നമ്മളൊന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? അതിലൊരു കാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തേ വിഷയം? അതിലൊരു കാറിന്റെ വാല്യൂ മാത്രമേ ഈ പ്രപഞ്ചത്തിൽ അതുപോലെ ഉണ്ടാവില്ല ഈ ഭൂമി എന്ന് പറയുന്ന ഒരു സാധനത്തിന്. അതിൽ കടന്നിട്ടാണ് മനുഷ്യൻ ഇങ്ങനെ അഹങ്കരിച്ച് നടക്കുന്നത്, റബ്ബിനെ മനസ്സിലാക്കാതെ, റബ്ബിനെ അറിയാതെ. ഇതിനൊക്കെ എത്ര കൃത്യമായിട്ടാണ് റബ്ബ് നിയന്ത്രിച്ചത് അല്ലെ? സൂര്യൻ ഒന്ന് ഉയർന്നാൽ
ഭൂമി തണുത്ത് മരവിച്ചു പോകുന്നത്. സൂര്യനെങ്ങാൻ ഒരു സെക്കൻഡ് ഒന്നൊരു തുണ്ട് താഴോട്ട് വന്നാൽ ചൂട് കൊണ്ടൊക്കെ കത്തിക്കരിയുന്നതാണ്. ആ സൂര്യനും ഭൂമിക്കുമിടയിൽ നിശ്ചിതമായ ഒരു അകലം സ്ഥാപിച്ച പടച്ച തമ്പുരാൻ അതൊക്കെയും അതിന്റെ അച്ചുതണ്ടിൽ ഭ്രമണപഥത്തിലൂടെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ നിയന്ത്രിക്കുന്നതാരാൻ? പടച്ച തമ്പുരാൻ അൽ ഖയ്യൂം. അങ്ങനെ സർവചരാചരങ്ങളെയും സർവജീവജാലങ്ങളെയും സർവ്വതിനെയും കൃത്യമായി നിയന്ത്രിക്കുന്ന കയ്യൂമായ പടച്ചവൻ ലാ ഇലാഹ, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം, ലാ തഅഖുദുഹു അവനെ പിടികൂടുകയില്ല, സിനതുൻ വലാ നൗം. ഈ ക്ലാസ് ഇങ്ങനെ കുറെ പോകുമ്പോ നമുക്ക് തൂക്കം വരും, സ്വാഭാവികമാണ്. തലേന്ന് ഉറങ്ങിയിട്ടും കൂടി ഇല്ലെങ്കിലോ നല്ല തൂക്കം വരും, മയക്കം വരും മനുഷ്യനെ. ഡ്രൈവിങ്ങിന്റെ ഇടയിൽ നമുക്ക് മയക്കം വരും. എന്നാൽ അള്ളാഹ്ക്ക് മയക്കം ബാധിക്കുവോ? ഇല്ല. നൗം, ഉറക്കം. നമ്മളൊക്കെ ഉറങ്ങണം. എത്ര ദിവസം ഉറങ്ങാതിരിക്കാൻ പറ്റും നമുക്ക്? ഉറങ്ങാതിരുന്നാലുള്ള മനുഷ്യന്റെ അവസ്ഥ എന്താ? കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പോ ആഴ്ചകൾക്ക് മുമ്പോ കണ്ടൊരു വാർത്തയാണ്. ഒരു യൂട്യൂബർ, അവൻ ഉറങ്ങാതെ മണിക്കൂറുകളോളം ലൈവ് പോയി, മണിക്കൂറുകളോളം ഉറങ്ങാതെ. അപ്പൊ ഉറക്കം അളച്ചിട്ട് ലാസ്റ്റ് അവൻ എന്താ സംഭവിച്ചേ? ശരീരത്തിനെ മാന്താൻ തുടങ്ങി, സ്വന്തം ശരീരത്തെ ഉപദ്രവിക്കാൻ തുടങ്ങി, ഭ്രാന്തനായി. ഭ്രാന്തമായ അവസ്ഥയിൽ അവസാനം പോലീസുകാരൊക്കെ ഇടപെട്ട് അവന്റെ ടെലികാസ്റ്റ് യൂട്യൂബ് തന്നെ ബന്ദ് ചെയ്തു. യൂട്യൂബ് അവന്റെ ബന്ദ് ചെയ്തിട്ട് അവനെ പിടിച്ച് ഉറക്കിയെന്നാണ്. ഉറക്കം അളച്ചാലുള്ള മനുഷ്യന്റെ അവസ്ഥ എന്താ? അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉറക്കം ബാധിക്കൂല, പഠിച്ചോൻ ഉറങ്ങൂല. അതിന്റെ അർത്ഥം എന്താ? റബ്ബിനെ എപ്പോഴും ആരാധിച്ചോളൂ മനുഷ്യരെ, അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ മനുഷ്യരെ, റബ്ബിനോട് സഹായം തേടിക്കൊള്ളൂ. ലഹു മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർദ്. ആകാശഭൂമികളെല്ലാം മനുഷ്യനെ സങ്കല്പിക്കാനാവാത്ത ആകാശം, ഇതൊക്കെയും ആ പടച്ച തമ്പുരാന്റെതാണ്. അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ആരുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ? തുടങ്ങിയ ആയത്തുൽ കുർസിയുടെ ഓരോ വിഷയം എടുത്താൽ അള്ളാഹുവിനെ കൃത്യമായി പരിചയപ്പെടുത്തും. ആ റബ്ബിനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ, അള്ളാഹിന്റെ നാമഗുണ വിശേഷങ്ങൾ 99 നാമുണ്ട് അള്ളാഹ്ക്ക്. അത് വെച്ചിട്ട് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു അല്ലേ? റഹ്മാനായ റബ്ബേ, ജബ്ബാറായ റബ്ബേ, വദൂദായ റബ്ബേ, റഹ്മാനായ റഹീമായ ഗഫൂറായ തവ്വാബായ, ഇങ്ങനെ അള്ളാഹുവിന്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അതിന്റെ ആശയം അർത്ഥം അറിയോ? ഇനി അതിന്റെ ആശയം അർത്ഥം തന്നെ സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്തു. അപ്പൊ ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്താ നമ്മുടെ സമൂഹത്തിന്റെ വിശ്വാസം? നമ്മളൊരു സാധാരണ ഒരാളെ വിളിച്ചിട്ട് ചോദിക്കാം, അള്ളാഹിന്റെ റസൂൽ ഇപ്പോ എവിടെയുള്ളത്? ഇപ്പൊ അയാൾ പറയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഖബറിലാണ്. അടുത്ത ചോദ്യം, ആ റസൂലിനെ റസൂലെ ഇപ്പോൾ നീ വിളിച്ചാൽ കേൾക്കൂ? എന്തായിരിക്കും അവന്റെ മറുപടി? ബഹുഭൂരിപക്ഷത്തിന്റെ മറുപടി എന്താ? കേൾക്കുന്നാണോ കേൾക്കൂലെന്നാണോ? എന്താ മറുപടി? കേൾക്കും. പോയി, ഇസ്ലാമെന്ന് പോയി. അത്രയും ഗൗരവപ്പെട്ട വാക്കാണത് അല്ലേ? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാം ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപോൽ കാട്ടിപ്പറഞ്ഞവർ. ഇത് മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് ഒരാൾ വിശ്വസിച്ചാൽ പിന്നെ എന്തിനാ അള്ളാഹിനെ കുറിച്ച് ബസീർ? എന്താ ബസീർ എന്ന് പറഞ്ഞാൽ? എല്ലാം കാണുന്നവൻ. ഇപ്പൊ നമ്മൾ പറയാണല്ല, മുഹീദ്ദീൻ ഷെയ്ഖും കാണും. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കുന്നത് കാണും. പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, എന്താ? അള്ളാന്റെ സ്വന്തം കഴിവാണ്, ബാക്കിയുള്ളവർക്ക് അള്ള കൊടുത്ത കഴിവാണെന്ന് വിശ്വസിച്ചാൽ മതി. അള്ള കൊടുത്തതാണെന്ന് വിശ്വസിച്ചാൽ ഒരു കുഴപ്പമില്ല. കറാമത്ത് മുഖേന, മുഅ്ജിസത്ത് മുഖേന അവർക്കൊക്കെ പറ്റും. അവർ കാണും, കേൾക്കും, അറിയും. ഈ വിശ്വാസത്തിൽ നിന്നാണ് എല്ലാ ഭവ്യതയും. അള്ളാഹിനെ കുറിച്ചിട്ട് അള്ള പല സ്ഥലത്ത് പറഞ്ഞു അള്ളാഹ്ക്ക് മാത്രമുള്ള ഗുണാണെന്ത്? ഗൈബ് അറിയും, മറഞ്ഞ കാര്യങ്ങൾ അറിയും. നാളെ നടക്കാൻ പോകുന്ന കാര്യം എന്താ? അള്ളാഹുവിനറിയും. എന്നാൽ നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മഹാനായ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരാൾ വിശ്വസിക്കുന്ന ഒരു തങ്ങളോ ആരോ ആകട്ടെ, നമ്മുടെ സാധാരണ മനുഷ്യന്റെ വിശ്വാസം എന്താ? അയാളെ കുറിച്ചിട്ട് എൻ്റെ ഭാവിയൊക്കെ അയാൾക്ക് കാണാൻ പറ്റും, അറിയാൻ പറ്റും. എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം പറഞ്ഞു തരാൻ അയാൾക്ക് പറ്റും എന്ന വിശ്വാസം. അതാണ് ഖബറിൽ കിടക്കുന്ന മനുഷ്യനോട് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പോലും ആ മനുഷ്യനോട് പറയും എൻ്റെ പ്രശ്നമൊക്കെ നിങ്ങൾക്ക് അറിയാലോ എന്ന് പറയാം. അങ്ങനെ ആ മനുഷ്യനറിയാം.
അതുകൊണ്ട് തന്നെ വലിയ പിയവിലേക്ക് നമ്മുടെ സമൂഹം പോകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖബറിൽ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം മൻ റബ്ബുക. അതിന് ഉത്തരം പറയണമെങ്കിൽ തൗഹീദ് നന്നാക്കണം, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ക്ലിയർ ആകണം, റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം, അള്ളാഹുവിൻ്റെതായ യാതൊരു സ്ഥാനവും അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒരു ഗുണവും സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കാൻ പാടില്ല. കാരണം അള്ളാന്റെ റസൂല് പറഞ്ഞത് അള്ളാഹുവിനെ പഠിപ്പിച്ച് കൊടുക്കാൻ, പരിചയപ്പെടുത്താനാണോ നബി വന്നത്? നബി എന്തിനാ മക്കത്ത് വന്നത്? അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ലോകത്തിലൊരു സ്രഷ്ടാവുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാനാണോ? ആണോ? അള്ളാഹിനെ അറിയില്ലേ അവർക്ക്? കഅബ നബി വന്നതിന് ശേഷമാണോ മക്കത്തുണ്ടായത്? അള്ളാന്റെ റസൂലിന്റെ മുമ്പേ ഉണ്ടോ? അള്ളാന്റെ റസൂലിന്റെ മുമ്പേ കഅബ ഉണ്ട്. അള്ളാന്റെ റസൂൽ ജനിക്കുന്നതിന് മുമ്പേ കഅബ ഉണ്ട്. നബിന്റെ വാപ്പാന്റെ പേരെന്താ? എന്താ? അബ്ദുള്ള എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ അടിമ. നബി ജനിക്കുന്നതിന് മുമ്പ് അവർക്ക് അള്ളാഹിനെ അറിയോ ഇല്ലയോ? അറിയാം. അതുകൊണ്ടാണ് അബ്ദുള്ള എന്ന് നബിന്റെ വാപ്പാക്ക് തന്നെ പേര് വന്നത്. അള്ളാഹിനെ അറിഞ്ഞിട്ടും ആ ആളുകൾ അങ്ങേയറ്റം ജാഹിലിയത്തിലായിരുന്നു. എന്തുകൊണ്ട് അവരെ പറയുന്നത്? പരിശുദ്ധമായ ഇബ്രാഹിം അലൈഹിസ്സലാം സ്ഥാപിച്ച കഅബ അവിടെ ഉണ്ട്. എന്നിട്ടും നബി ജനിച്ചത് ഏറ്റവും കൂരിരുട്ടിന്റെ കാലഘട്ടത്തിൽ നിന്ന്, അല്ലേ? അള്ളാന്റെ റസൂല് ജനിച്ചു, റസൂല് ഭുജാതനായി പരിശുദ്ധ മക്കയിൽ. ജനങ്ങളെല്ലാം തിന്മയിൽ മുഴുകിയ സമയത്ത്, ശിർക്കിലായിരുന്ന സമയത്ത്, കുഫറിലായിരുന്ന സമയത്ത്. എന്ന് എന്തുകൊണ്ടാ പറയുന്നത്? അള്ളാഹുവിനെ അറിയാം, പക്ഷേ അള്ളാഹിനെ അറിയുന്നതോടൊപ്പം അള്ളാഹു അല്ലാത്തവരെ അവർ ആരാധിച്ചു. അള്ളാന്റെ റസൂൽ അവരെ ലാ ഇലാഹ ഇല്ലല്ലയോട് അവർക്ക് എന്തുകൊണ്ടാ വിരോധം? അല്ലാതെ ആരാധനക്കാരൻ ഇല്ല എന്നതാണ് അവർക്ക് വിരോധം. അല്ല ഉണ്ട്, അള്ളാഹിനെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. കാരണം എന്താ? ബദറിൽ അള്ളാന്റെ റസൂൽ ബദറിൽ ആരോടെ പ്രാർത്ഥിച്ചേ? അല്ലാഹ്. അബൂജഹൽ ആരോടെ പ്രാർത്ഥിച്ചേ? കഅബത്തിന്റെ അകത്തുനിന്ന് അല്ലാഹ്. അബൂജഹലും വിളിച്ചത് അള്ളാനെ. പക്ഷെ അവർ അള്ളാഹുവോടൊപ്പം അല്ലാത്തവരെ ആരാധിച്ചു. അതുകൊണ്ടാണ് അവരുടെ തൽബിയത്ത് കാണാം. ഹജ്ജിന് പോകുമ്പോ മക്കാ മുശ്രിക്കുകൾ ചൊല്ലിയ തൽബിയത്ത് എന്താണോ അതാണ് ഇന്നത്തെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളുടെ വിശ്വാസം. അവരിങ്ങനെ തവാഫ് ചെയ്യുന്ന സമയത്ത് അവർ പറയും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക്. അപ്പൊ റസൂൽ ആ പരിസരത്തുണ്ടെങ്കിൽ നബി അവരോട് എന്ത് പറയും? മതി മതി, വൈലക്കും ഖദ് ഖദ്, മതി. ഇതുവരെ പറഞ്ഞതൊക്കെ അതിനുശേഷമുള്ളത് പറയരുത്, പറഞ്ഞാൽ നിങ്ങൾക്ക് നാശാണ്. അവര് നബിനെ കൂട്ടാക്കാതെ അവര് ബാക്കി പറയും. എന്താ പറയാ? അതിനോടാണ് ഇസ്ലാമിന്റെ വിരോധം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക് എന്ന അവരുടെ തൽബിയത്ത് ഓക്കെയാണ് 100%. പക്ഷെ അതിനുശേഷം അവരെന്താ പറയുന്നത്? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. ഇല്ലാ ശരീകൻ, ഒരു പങ്കാളി ഒഴികെ, ഹുവ ലക, ആ പങ്കാളി നിനക്കുള്ളതാണ്, തംലികുഹു വമാ മലക്, അതിനെ ഉടമപ്പെടുത്തിയത് നീയാണ്. അഥവാ ലാത്തെ എന്ന് വിളിക്കുമ്പോ ലാത്ത പടച്ചോനല്ല, ലാത്തക്ക് കഴിവ് കൊടുത്തവൻ അല്ലാഹുവേ നീയാണ്. ഇബ്രാഹിം നബിയെ വിളിക്കുമ്പോ, ഇസ്മായിൽ നബിയെ വിളിക്കുമ്പോ, ലാത്തെ ഉസ്സയെ മനാത്തെ ഹുബലിനെ ബുവാനെ വിളിക്കുമ്പോ അവരുടെ വിശ്വാസം എന്താ? അല്ല കൊടുത്ത കഴിവാണ്, ഇവരൊന്നും പടച്ചവന്മാരല്ല എന്നാ അവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ടാ ലാത്തയാരാ? ലാത്ത എന്നത് അവരുടെ വിഗ്രഹമാണ്. പക്ഷെ ആ ലാത്തയെ കുറിച്ച് തഫ്സീറുകളിൽ കാണാം, മുമ്പ് ജീവിച്ചൊരു നല്ല മനുഷ്യനായിരുന്നു, ഹജ്ജിന് വരുന്ന ആളുകൾക്ക് പാനീയം കൊടുത്ത നല്ല മനുഷ്യനാണ്. അദ്ദേഹം മരിച്ചപ്പോ ആ ഒരു ബഹുമാനം ആദരവും ഒക്കെ അതിരിവിട്ടപ്പോഴാണ് ആരാധനയായത്. പിന്നെ വിഗ്രഹങ്ങളും ബിംബങ്ങളും ഉണ്ടാക്കി അതിനെ പൂജിക്കുന്ന ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യരെത്തി, അല്ലേ? അന്ധവിശ്വാസങ്ങൾ എങ്ങനെയാ രൂപപ്പെടുന്നത്? തിരുവനന്തപുരത്തൊരു അമ്മയും കുഞ്ഞും പ്രതിമയുണ്ട്. അതിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ആ അമ്മയും കുഞ്ഞെന്ന് പറയുന്ന പ്രതിമന്റെ അടുത്ത് ഇപ്പൊ ഫുള്ള് മൈകുതിരിയാണ്. അവിടെ മൈകുതിരിക, അതിന്റെ തൊട്ടപ്പുറത്താണ് ഗവൺമെന്റ് ആശുപത്രി. അവിടെ ഏതോ ഒരുത്തൻ ഭാര്യനെയും കൊണ്ട് പ്രസവിക്കാൻ പോയി, അവളുടെ പ്രസവത്തിന് വലിയ പ്രശ്നം ഉണ്ട് എന്ന് കണ്ടപ്പോ ഇവന് എന്തേലും ഒരു ആശ്വാസം വേണ്ടേ, സമാധാനം വേണ്ടേ? നമ്മളാണെങ്കിൽ പള്ളിയിലെങ്കിലും പോയിരിക്കും. ഈ സാധു അവിടെ പോയിട്ട് ഒരു മൈകുതിരി കത്തിച്ചു, സുഖമായിട്ട് പ്രസവിച്ചു. അത് ആരോ കണ്ടു. പിന്നെ 2, 3, 4 ഇപ്പൊ എല്ലാരും അവിടെ മൈകുതിരി കത്തിക്കുക സുഖപ്രസവത്തിന്. ഇനി ഇന്ന് ഗവൺമെന്റ് ഇടപെട്ടാൽ ഈ ആളുകളൊക്കെ പറയും ഞങ്ങളെ പടച്ചോനാണ്, ഞങ്ങൾ കാലങ്ങളായിട്ട് ആരാധിച്ചു വരുന്ന കാര്യമാണ് എന്ന് പറയും. ഇങ്ങനെയാണ് പല ആരാധനകളും എല്ലാം രൂപപ്പെടുന്നത്. ഇതാണ് അന്ധവിശ്വാസങ്ങൾ, അങ്ങനെയാണ് രൂപപ്പെടുക. ഇപ്പൊ ആദം നബിയുടെയും നൂഹ് നബിയുടെയും ഇടയിലുള്ള 10 തലമുറ ശിർക്ക് ചെയ്തിട്ടില്ല.
ആദ്യത്തെ റസൂൽ ആരാ? നൂഹ് അലൈഹിസ്സലാം. ആദ്യത്തെ നബിയാണ് ആദം നബി. നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഇറങ്ങി, നബിയായി, നുബുവത്ത് കിട്ടി. റിസാലത്ത് എപ്പോഴാ കിട്ടുന്നത്? കുൻ ഫഅൻദിർ, ജനങ്ങൾക്ക് താക്കീത് നൽകി. നബിയുടെ ദൗത്യം വേറെയാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കണം, റിസാലത്ത് എത്തിച്ചു കൊടുക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അതാണ് റസൂൽ എന്ന പദവിയുടെ ശ്രേഷ്ഠത. റിസാലത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. നൂഹ് നബിയോട് അള്ളാഹ് ഏൽപ്പിച്ച ദൗത്യം എന്താ? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയാം. ആദം നബിയുടെയും നൂഹ് നബിന്റെയും ഇടയിലുള്ള 10 തലമുറ അള്ളാഹിനെ മാത്രം ആരാധിച്ച് ജീവിച്ചു. നമ്മൾ സൂറത്ത് നൂഹ് എടുത്തിട്ട് ആ 2 പേജൊന്നും ഓതിയാൽ മതി. പക്ഷെ പിന്നെ നൂഹ് നബിനെ അള്ളാഹ് നിയോഗിക്കുമ്പോഴുള്ള അവസ്ഥ എന്താ? വദ്, സുവാഅ്, യഗൂസ്, യഊഖ്, നസ്ർ. ഈ 5 ആളാരാ? മനുഷ്യന്മാരായിരുന്നു. നല്ല മഹാന്മാരായ അള്ളാഹിനെ പേടിച്ച് ജീവിച്ച മുത്തഖീങ്ങളായ മനുഷ്യർ. ആ 5 ആളുകൾ മരിച്ചുപോയി. ആ 5 ആളുകൾ മരണപ്പെട്ടതിന് ശേഷം ഇവര് പ്രത്യേകം ഒന്ന് ആദരിച്ചു. അവർക്കൊരു ബഹുമാനം. അത് തലമുറ മാറിയപ്പോ എന്തായി? ആ ബഹുമാനവും ആദരവും ഒക്കെ ഒന്ന് അതിര് വിട്ടു. പിന്നെ അവരുടെ രൂപം ഉണ്ടാക്കാൻ തുടങ്ങി, പിന്നെ അവരുടെ വിഗ്രഹം, ബിംബം ഉണ്ടാക്കി. അപ്പൊ ഒരു പ്രതിമ. അത് കഴിഞ്ഞ് അടുത്ത തലമുറ വന്നപ്പോയോ ഒന്ന് ചെറുതായിട്ടൊന്ന് കുനിഞ്ഞു. നൂഹ് നബി വരുമ്പോഴുള്ള അവസ്ഥ എന്താ? അള്ളാനെ മറന്നു പൂർണ്ണമായും ഈ വദ്, സുവാ, യഹൂസ്, യഊഖ്, നസ്റിനെ അതിനെ പൂജിക്കുകയും അതിന് പൂർണ്ണമായി ആരാധന ചെയ്യുന്ന അവസ്ഥയിലേക്ക് സമൂഹത്തി. അവിടെ നൂഹ് നബിന്റെ ദൗത്യം എന്താ? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പഠിപ്പിച്ചു കൊടുക്കലായിരുന്നു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ദൗത്യം. ആ ദൗത്യത്തിന് നൂഹ് നബി എത്രത്തോളം കഷ്ടപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധന രംഗത്ത് ഒരുപാട് പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് അല്ലെ? മുനാഫിക്കുകളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഒരു ഭാഗത്ത്, കപടവിശ്വാസികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഒരു ഭാഗത്ത്, ജൂതന്മാരെ കൊണ്ടുള്ള പ്രയാസം ഒരു ഭാഗത്ത്, മുശ്രിക്കുകളെ കൊണ്ടുള്ള പ്രയാസം ഒരു ഭാഗത്ത്. ഇതിന്റെ ഇടയിൽ അങ്ങേയറ്റം പ്രയാസം സഹിക്കുമ്പോഴൊക്കെ നബിനെ ആശ്വസിപ്പിക്കാൻ അള്ളാഹ് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് നൂഹ് നബിന്റെ ചരിത്രം. ഓർക്കണം, നൂഹിന്റെ ചരിത്രം ഓർക്കണം. ഒന്നാമത്തെ റസൂലായ നൂഹ് അലൈഹിസ്സലാം 950 കൊല്ലം ദഅവത്ത് നടത്തിനാണ്. 950 കൊല്ലം ദഅവത്ത് നടത്തി. കപ്പലിൽ കയറാൻ 950 ആളെ കിട്ടി. ഒരു കൊല്ലം ഒരാളെ കിട്ടിയോ? സാധാരണ പരിപാടിയും ക്ലാസ്സൊക്കെ വെക്കുമ്പോ ആര് നന്നാകാനാണ്? അത് നമ്മുടെ ദൗത്യമല്ല, പറഞ്ഞു കൊടുക്കലാണ് നമ്മുടെ ജോലി. 950 കൊല്ലം ദഅവത്ത് നടത്തിയിട്ട് എത്ര ആളെ കിട്ടിയത്? വിരളിൽ എണ്ണാവുന്ന ആളുകൾ. 80 ആളുകളൊക്കെയാണ് മാക്സിമം അഭിപ്രായമുള്ളത്. ബാക്കിയുള്ള ആളുകൾ സ്വന്തം ഭാര്യ വിശ്വസിച്ചില്ല, മക്കള് വിശ്വസിച്ചില്ല. ആ നൂഹ് അലൈഹിസ്സലാം 950 കൊല്ലം ചെയ്ത പണി എന്താ? ഇന്നി ദഅൗതു ഖൗമി ലൈലൻ വനഹാറാ. സൂറത്ത് നൂഹിൽ കാണാം, നൂഹ് അലൈഹിസ്സലാം റബ്ബിനോട് പരിഭവം പറയുകയാണ്. ഇന്നി ദഅൗതു ഖൗമി, അല്ലാഹുവേ ഞാൻ എൻ്റെ ഈ ജനതയെ ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. ലൈലം വനഹാറാ, രാവെന്ന വ്യത്യാസമില്ലാതെ, പകലെന്ന വ്യത്യാസമില്ലാതെ രാവിലെ ഞാൻ അവരെ കണ്ട് അല്ലാഹുവിലേക്ക് ക്ഷണിക്കും. അതേപോലെ രാത്രിയും അല്ലാഹുവിലേക്ക് ക്ഷണിക്കും. ചില വ്യക്തികളെ മാത്രം കണ്ട് വ്യക്തിഗത ദഅവത്ത് നടത്തി. അതേപോലെ പരസ്യമായി ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്ത് അല്ലാഹുവേ നിന്നിലേക്ക് ഞാൻ അവരെ ക്ഷണിച്ചു. പക്ഷെ എന്താ റിസൾട്ട്? വളരെ കുറച്ച് ആളുകളെ സ്വീകരിച്ചിട്ടുണ്ട്. നോക്കൂ, ആ നൂഹ് അലൈഹിസ്സലാം ദഅവത്ത് നടത്തി അള്ളാഹിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ച ഒരു ജനത കപ്പലിൽ രക്ഷപ്പെട്ടു. ബാക്കിയുള്ള ആളുകളൊക്കെ വെള്ളപ്പൊക്കത്തിൽ നശിപ്പിച്ചു. പിന്നെ ലോകത്തിന്റെ ഉത്ഭവം ഈ കപ്പലിലുള്ള ആളുകളാണ്. ആ കപ്പലിലുള്ള ആളുകൾ പിന്നീട് എന്തായി? തൗഹീദിൽ വീണ്ടും വിയച്ചു. ആദ് സമൂഹം വന്നു, സമൂദ് ഗോത്രം വന്നു. ആ സമയത്തൊക്കെ അള്ളാഹ് ഓരോ നബിമാരെ അയച്ചുകൊണ്ടേയിരുന്നു. ഈ നബിമാരൊക്കെ അടിസ്ഥാനപരമായി പറഞ്ഞ ആശയം എന്താ? എല്ലാ നബിമാരും ഒരുപോലെ പഠിപ്പിച്ചെന്താ? എല്ലാ നബിമാരും പഠിപ്പിച്ച നിസ്കാരം ഒരുപോലെയാണോ? ആണോ? അല്ല, വ്യത്യാസമാണ്. എല്ലാ നബിമാരും പഠിപ്പിച്ച നോമ്പ് ഒരുപോലെയാണോ? ഫിഖ്ഹിന്റെ മസലകളും നിയമങ്ങളും ഒരുപോലെയാണോ? അല്ല, വ്യത്യാസമാണ്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹോ മാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. വമാ അർസൽനാ മിൻ ഖബ്ലിക,
നബിയെ, താങ്കൾക്ക് മുമ്പ് നാം ഒരു റസൂലിനെയും അയച്ചിട്ടില്ല. അവർക്ക് ബോധനം നൽകിയിട്ടല്ലാതെ അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, ആ അല്ലാഹനെ മാത്രമേ ആരാധിക്കാവൂ, അത് പഠിപ്പിക്കാനല്ലാതെ ഒരു നബിയും നാം അയച്ചിട്ടില്ല. എല്ലാ റസൂലും വന്ന ദൗത്യം അതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ നിർവഹിക്കാനുള്ള ദൗത്യം അള്ളാഹിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, നമ്മുടെ മക്കളിൽ നിന്ന് ആരംഭിക്കണം. ഇപ്പോ സാധാരണ ചില രക്ഷിതാക്കളൊക്കെ വിളിച്ചിട്ട് പറയും, എൻ്റെ മോനെ മറ്റേ രാത്രി ഒരു 7-8 സമയത്ത് എന്തോ ഒരു സിനിമ കണ്ട്, അതിലെന്തോ ഒരു ക്രൂര രംഗം കണ്ട്, എന്നിട്ട് പുറത്തിറങ്ങിയപ്പോ ഇല എന്തോ അനങ്ങുന്ന കണ്ടു, എൻ്റെ മനസ്സിലൊരു പേടി കുടുങ്ങിയിട്ടുണ്ട്, എന്താ ഇപ്പൊ ചെയ്യാ? ഒരു പേരന്റ് ചോദിച്ചാണ്. അതേപോലെ തന്നെ എന്താ ചെയ്യുക, വയസ്സ് 10-12 വയസ്സായി, പക്ഷെ ഇന്നും ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ രാത്രി സമയത്ത് ഉമ്മ മറ്റേ വാതിലിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കണം, ഉമ്മ നിന്ന് കൊടുക്കണം, എന്നാലേ ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വരൂ, വാതിലും കൂടി കുറ്റിയിടൂല, അത്ര പേടിയാണ്. നമ്മുടെ മക്കളിലുള്ള ഈ ചെറിയ പേടി പോലും മാറ്റാൻ നമ്മുടെ കയ്യിലെ ആയുധം എന്താ? അള്ളാഹിനെ കുറിച്ച് പഠിപ്പിക്കലാണ്, റബ്ബിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കലാണ്, അള്ളാഹുവിനെ കുറിച്ച് ഞാനിപ്പോ കഴിഞ്ഞ 3-4 ദിവസമായിട്ടുള്ളൂ സൗദിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട്. അപ്പൊ ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മകളിങ്ങനെ പറയാണ്, ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അവളിങ്ങനെ ചിന്തിച്ചിട്ട് പറയാണ്, വാപ്പാ, ഈ ഫ്ലൈറ്റ് ആകാശത്ത് നിന്ന് പൊട്ടിത്തെറിച്ചാൽ എന്താ ചെയ്യാ? ഒരു കുട്ടിന്റെ ഒരു ചോദ്യമാണ്. അപ്പൊ ആ സമയത്ത് പൊതുവെ നമ്മൾ എന്താ ചെയ്യാ? വൃത്തിയട്ട വർത്താനം, അങ്ങനത്തെ വർത്താനം ഒന്നും പറയരുത് എന്നല്ലേ പറഞ്ഞു കൊടുക്കുക. ഞാനവിടെ ഇരുന്ന്, ഫ്ലൈറ്റ് പൊട്ടിത്തെറിച്ചാൽ എന്താ അള്ളാന്റെ തീരുമാനമാണ്, അള്ളാഹ് നിശ്ചയിച്ചതേ ഭൂമിയിൽ നടക്കൂ, വിശ്വാസിക്ക് എപ്പോഴും വേണ്ടത് ശുഭപ്രതീക്ഷയാണ് എന്നിട്ട് പറഞ്ഞു കൊടുത്തു. വയനാട് ദുരന്തം മുതൽ ഓരോന്നും പറഞ്ഞു കൊടുത്തിട്ട് ആയത്ത് പഠിപ്പിച്ചു കൊടുത്തു. നമ്മളെ കുട്ടികൾക്ക് ദീന് പഠിപ്പിക്കാനുള്ള ഒരു അവസരമാണ് അവരുടെ ഇത്തരത്തിലുള്ള ചിന്ത പോലും. പറയുക, ഞങ്ങളെ ബാധിക്കുന്നില്ല, ഒരു ഫ്ലൈറ്റും പൊട്ടിത്തെറിക്കുന്നില്ല, ഒരു ഭൂമി കുലുക്കവും സംഭവിക്കുന്നില്ല, ഒരു ഉരുൾപൊട്ടലും സംഭവിക്കുന്നില്ല, ഒരു ആക്സിഡന്റും സംഭവിക്കുന്നില്ല. അല്ലാഹ് മുൻകൂട്ടി രേഖപ്പെടുത്തിയിട്ടല്ലാതെ. അതുകൊണ്ട് സത്യവിശ്വാസികളുടെ രക്ഷാധികാരിയെ പടച്ചവനാണ്. ആ പടച്ചവനിൽ ഭരമേൽപ്പിക്കുക. ഞാൻ പറഞ്ഞ ചെറിയ കാര്യം, ഉമ്മമാർ നിങ്ങളെ കുട്ടിക്ക് ടോയ്ലറ്റിൽ പോവാൻ പേടിയാ, കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലാഹ് ഉണ്ട് കൂടെ, റബ്ബുണ്ട് കൂടെ. അല്ലാഹ് തീരുമാനിക്കാതെ എന്തേലും ഭൂമിയിൽ നടക്കുവോ? ഇല്ല. ആ പടച്ചോൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ആരെയാണ് പേടിക്കേണ്ടത്? വിശ്വാസിക്കൊന്നും നഷ്ടല്ല, അല്ലെ? അള്ളാഹു അല്ലാത്തവരിലേക്ക് മനുഷ്യർ തിരിയുന്നതൊക്കെയും ദുനിയാവിന്റെ വിഷയത്തിലാണ്. എന്താ, ഗൾഫിൽ ജോലി ശരിയായിട്ടില്ല, മകളെ കെട്ടിക്കാനുണ്ട്, മകളുടെ കല്യാണം ശരിയായിട്ടില്ല, വീടെടുക്കാൻ കുറെ കാലമായി ആലോചിക്കുന്നു, വീട് പണി പൂർത്തിയാവുന്നില്ല, വയറുവേദന വന്ന് പലയിടത്തും പോയി മരുന്ന് കുടിച്ചു, ഒരാശ്വാസം ഇല്ല, എന്ത് ചെയ്യും? അവിടെയാണ് ആത്മീയ ചൂഷകന്മാർ രംഗത്ത് വരിക, അല്ലെ? ഇന്ന് തട്ടിപ്പ് എല്ലാ മതവിഭാഗത്തിലുണ്ട് തട്ടിപ്പുകാർ, ആത്മീയ ചൂഷകന്മാർ. അതിന്ന് കോട്ടിട്ട തട്ടിപ്പും കൂടി ഉണ്ട്. എന്താ, കോട്ടിട്ട തട്ടിപ്പിലാണ് ഏറ്റവും കൂടുതൽ പൈസക്കാരകപ്പെടുക. മോട്ടിവേഷൻ സ്പീക്കർ എന്നൊക്കെ കേട്ടില്ല നമ്മൾ? കുറച്ചൊക്കെ മോട്ടിവേഷൻ നല്ലതാ, അതിൽ മറ്റേ NLP അതേപോലെ കുറെ അന്ധവിശ്വാസമൊക്കെ ആയിട്ട് നിങ്ങൾ ആലോചിച്ചൊക്കെ കോടികൾ വരുമാനമുള്ള പേഴ്സിൽ ഒരു സീക്രട്ട് കാർഡും കൊണ്ട് നടക്കുക. എന്താ ഈ കാർഡ്? ഈ കോട്ടിട്ട തട്ടിപ്പുകാരൻ ഓൻ അള്ളാഹിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും പടച്ചോനെ കുറിച്ചും ഒന്നല്ല പറയാ, ഓൻ NLPന്റെ ചില സൂത്രവും അതേപോലെ തന്നെ കുറെ ഇംഗ്ലീഷ് വേർഡും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ പറഞ്ഞിട്ട് ഈ സാധുവിനെ കൊണ്ട് പോക്കറ്റില് ഒരു ടിക്കറ്റും കൊണ്ട് നടത്തുക. എന്നിട്ട് ഇനി കാണുന്നതെല്ലാം ആഗ്രഹിച്ചു അതൊക്കെ എനിക്ക് കിട്ടും. അത്തരത്തിലുള്ള ഒരു ക്ലാസ്സിന് അല്ലെങ്കിൽ ഒരു കോഴ്സിന് 20,000, 50,000, 1,00,000 മനുഷ്യന്മാർ പോകുന്നത്. ഇങ്ങനെ എല്ലാ രംഗത്തും അന്ധവിശ്വാസം. അവിടെ ഒരു വിശ്വാസിക്ക് അജബല്ലി അംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ എല്ലാ കാര്യവും അത്ഭുതമാണ്. കാരണം എന്താ, അവന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത്ഭുതമാണ്, ഒന്നിനും നഷ്ടമില്ല. രോഗമായി, എന്താ രോഗത്തിന്റെ കാരണം? അത് മറ്റേ സർപ്പത്തിന്റെ ആണോ, പാമ്പിന് നാഗക്ഷേത്രത്തിൽ കോഴിമുട്ട കൊടുക്കണോ, അല്ലെങ്കിൽ ഇന്ന തങ്ങളെ കാണണോ, ഇന്ന ഉസ്താദിനെ കാണണോ, വീടിന്റെ അടുക്കള അങ്ങനെ ആയതുകൊണ്ടാണോ, ഇതിലൂടെ പോക്ക് വരവുണ്ടോ, അതിലൂടെ ആരെങ്കിലും പോയി വരുന്നുണ്ടോ, ഇതൊന്നും നോക്കി ബേജാറാവില്ല മുസ്ലിം. മറിച്ചെന്താ, ഒരു പ്രയാസാണ്, ക്ഷമിച്ചോളൂ, എനിക്ക് സ്വർഗമുണ്ട്, ഇനി അനുഗ്രഹം ഉണ്ടായി കഴിഞ്ഞാലോ വല്ലാതെ ആഹ്ലാദിക്കൂല, ഇതും അൽഹംദുലില്ലാ പറഞ്ഞോളൂ,
നിനക്ക് കൂലിയുണ്ട്. അതാണ് ഒരു രോഗിയായി കഴിഞ്ഞാൽ മനസ്സ് തകരില്ലല്ലോ. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറ വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി എന്ന രോഗി ഓർമ്മ വരും. പ്രതീക്ഷയോടെ റബ്ബിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിച്ച അയ്യൂബ് നബിയുടെ ചരിത്രം വിശ്വാസിക്ക് ഓർമ്മ വരും. അതല്ലാതെ വീട് ഇടിച്ചു പൊളിക്കാൻ നടക്കൂല. വീട് ഇടിച്ചു പൊളിച്ച് വീടിന്റെ കോലം മാറ്റിയത് കൊണ്ട് വയറുവേദന മാറില്ല. ഇങ്ങനെയൊക്കെയുള്ള അന്ധവിശ്വാസത്തിലൊക്കെ അള്ളാഹിനെ കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടാണ്. നിസ്കാര ശേഷം നമ്മൾ എന്താ പറയുന്നത്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. അല്ലാഹ്, നീ തന്നതിനെ തടയാൻ ഒരാൾക്കും സാധ്യമല്ല, നീ തടഞ്ഞതിനെ തരാൻ ഒരാൾക്കും സാധ്യമല്ല. ഈ വിശ്വാസം കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ? ഈ വിശ്വാസം കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ? പേടി ഉണ്ടാവില്ല ജീവിതത്തിൽ. ഒരു ബേജാറ്, അനാവശ്യമായിട്ടുള്ള ബേജാറ്, ഉത്കണ്ഠ, ആശങ്ക, നിരാശ ഒന്നുമില്ല. എനിക്കെന്റെ റബ്ബുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൗർ ഗുഹയിൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹൃദയം ഇങ്ങനെ പിടക്കുകയാണ്. കാരണം എന്താ? ശത്രുവിന്റെ കാലാണ് നേരെ മുകളിൽ. ഓനൊന്ന് താഴോട്ട് നോക്കിയാൽ തീർന്നു, എന്നെയും റസൂലിനെയും വധിക്കും. റസൂൽ കൈ ചേർത്ത് എത്തി പറഞ്ഞ വാചകം ഖുർആൻ പറഞ്ഞില്ലേ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ലാ തഹ്സൻ, അബൂബക്കറേ ദുഃഖിക്കേണ്ടതില്ല. ഇന്നല്ലാഹ മഅനാ, നമ്മുടെ കൂടെ റബ്ബുണ്ട്. ഇതാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അത് പഠിപ്പിച്ചു കൊടുത്താൽ മതി. ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. റബ്ബിൽ വരമേൽപ്പിച്ചിട്ടാണ് ഇറങ്ങിയത്. ടോയ്ലറ്റിലേക്ക് പോകുമ്പോ എന്താ മോളെ പേടിക്കാൻ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. പ്രാർത്ഥനയോടെ റബ്ബുണ്ട്, 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 റബ്ബിന്റെ തീരുമാനപ്രകാരമേ എല്ലാം നടക്കുകയുള്ളൂ എന്ന കൃത്യമായ ബോധ്യവും അറിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആ റബ്ബിനെ കുറിച്ച് പഠിക്കുക, റബ്ബുമായിട്ട് അടുപ്പമുണ്ടാവുക. എന്ത് പ്രയാസം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. കേവലം നമ്മുടെ നിസ്കാരവും നോമ്പും കാര്യമൊക്കെ നടത്തിപ്പോല്ല. എന്തുണ്ടെങ്കിലും റബ്ബിനോട് പറയാം. എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും. മനുഷ്യനോട്, ഒരാളോട് 10 റുപ്യക്ക് ചോദിക്കാൻ രണ്ടാമത് ചോദിക്കാൻ മടിക്കണം. അള്ളാഹിനോട് മടിക്കണ്ട, എത്രയും ചോദിക്കാം, എന്തും ചോദിക്കാം. എത്ര ചോദിക്കുന്നുവോ അത്രയും റബ്ബിനോട് അടുപ്പമുണ്ടാകും. എല്ലാ പ്രാർത്ഥനയ്ക്കും ഇൻഷാ അല്ലാഹ് ഉത്തരവും കിട്ടും. പ്രാർത്ഥനന്റെ ഉത്തരം പോലും 3 വിധമാണ്. 3 വിധമാണ് പ്രാർത്ഥനയുടെ ഉത്തരം എന്ന് പറയുന്നത്. അന്ന് ദുനിയാവിൽ ചോദിച്ചത് റബ്ബ് തരും, ചോദിച്ചത് തരൂല. അത് മുഖേന വേറെ എന്തെങ്കിലും ഒരു അനിഷ്ടകാര്യം ഇല്ലാതാക്കും, പകരം വേറെ എന്തെങ്കിലും തരും. അതല്ലെങ്കിലോ ദുനിയാവിലൊന്നും കാണൂല. പരലോകത്തെത്തി കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ പ്രതിഫലം കാണുമ്പോ കുറെ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന ഭൂമിയിലുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് മനുഷ്യൻ ചിന്തിച്ചു പോകും. ആ റബ്ബിനോടെല്ലാം പറയുക, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിശ്വാസിയുടെ ജീവിതം പ്രാർത്ഥനയിൽ അധിഷ്ഠിതമാകണം. ഇപ്പൊ ഉമ്മമാര്, നമ്മുടെ മക്കളിൽ നിന്നൊരു മോശം സ്വഭാവം ഉണ്ടായി, എന്താ നമ്മൾ പറയേണ്ട വാചകം? നീ നന്നാവൂല എന്നാണ്. എങ്കിൽ അതാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിച്ചാൽ തീർന്നു നിങ്ങളുടെ മകളുടെ കാര്യം. എത്ര വലിയ തിന്മ ചെയ്യുന്നവനാകട്ടെ, മകൾക്ക് വേണ്ടി അള്ളാഹ് നിന്നെ നന്നാക്കട്ടെ, അള്ളാഹ് നിനക്ക് പുറത്തു തരട്ടെ, നിന്റെ സ്വഭാവം പടച്ചോൻ നന്നാക്കട്ടെ, അത് പറയാൻ ശീലിക്കണം. പ്രത്യേകിച്ച് ഉമ്മമാരോട് നീ നന്നാകൂല എന്നല്ല, നീ ഗുണം പിടിക്കില്ല എന്ന് പറയരുത്. നമ്മുടെ മോൻ ഒരു ലഹരിന്റെ ആളാണെന്ന് വിചാരിച്ചു, എന്നാലും പറഞ്ഞു പോകരുത്. എന്ത്? നീ നന്നാവൂല, നീ ഗുണം പിടിക്കൂല എന്ന് പറയരുത്. ആ സമയത്ത് പറ, പടച്ചോനെ എന്റെ മോനെ നന്നാക്കണേ, എന്റെ മകന് ഹിദായത്ത് കൊടുക്കണേ, അവന്റെ സ്വഭാവം നന്നാക്കണേ എന്ന് മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും റബ്ബിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുമായിട്ടൊരു വലിയ ബന്ധം ഉണ്ടാക്കണം. അതില്ല മനുഷ്യൻ. നമ്മുടെ ഒക്കെ പ്രശ്നം എന്താ? എന്ത് വിഷയം ഉണ്ടെങ്കിലും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കും. എന്നിട്ട് ചോദിക്കണം എന്താ പരിഹാരം. നേരായ പരിഹാരം നടക്കാണ്ട് എളുപ്പവിദ്യ, മന്ത്രവാദികളും തട്ടിപ്പും അതിന്റെ പിന്നാലെ പോകും. അതിന്റെ ഒന്നും ആവശ്യമില്ല. പാതിരാ സമയം, രാത്രിയുടെ അവസാന സമയം, യൻസിലു റബ്ബുനാ തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇലസ് സമാഇ ദുനിയാ ഹീന യബ്കാ സുലുസുൽ ലൈലിൽ ആഖിർ. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരികയും എന്നിട്ട് അല്ലാഹ് ചോദിക്കും, ആരുണ്ടെന്നോട് പ്രാർത്ഥിക്കാൻ? ഞാൻ അവന് ഉത്തരം നൽകാം. ആരുണ്ടെന്നോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കാൻ? ഞാൻ അവന് പുറത്തു തരാം എന്ന് അല്ലാഹ് വിളിച്ചു പറയുന്ന സമയമുണ്ട്. ആ റബ്ബുമായിട്ടൊരു ബന്ധം, അടുപ്പുണ്ടോ?
നിരാശ ഉണ്ടാവില്ല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന് ശാന്തിയും സമാധാനവും വേണോ? റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടായാൽ മതി. അള്ളാഹുവിനുള്ള പ്രാർത്ഥനകളും ദിക്റുകളെല്ലാം വർദ്ധിപ്പിച്ചാൽ മതി. അങ്ങനെ ഒരു ജീവിതം നമ്മൾ നയിച്ചാൽ മരിക്കുന്ന സമയത്ത് അള്ളാഹിനെ കുറിച്ചുള്ള ശുഭപ്രതീക്ഷയോടുകൂടി റബ്ബിനെ കുറിച്ചുള്ള ശുഭപ്രതീക്ഷയോടെ മരിച്ചാൽ, പ്രിയപ്പെട്ടവരെ, മൻ റബ്ബുക എന്ന ചോദ്യം ഖബറിൽ ഉണ്ടായാൽ ഒരു ബേജാറുമില്ല, ധൈര്യമായിട്ട് ഉത്തരം പറയാൻ പറ്റും. റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹയാണ്. ആ ഉത്തരം പറയാൻ പറ്റാത്ത ആൾക്കോ വലിയ ദണ്ഡ കൊണ്ട് പ്രഹരം ഖബറിൽ കിട്ടുന്നതാണ്. ആ സമയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കും. ആ അവസ്ഥ അല്ലാഹു നമുക്കില്ലാതാക്കി തീർക്കുമാറാകട്ടെ. റബ്ബി അല്ലാഹ് എന്ന് ഉത്തരം പറയാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. രണ്ടാമത്തെ ചോദ്യം ആരെ കുറിച്ചിട്ടാണ്? ആരാണ് റസൂലിനെ കാണിച്ചു ചോദിക്കുന്നത്? ആരാണ് അള്ളാന്റെ റസൂൽ? അവിടെ മുഹമ്മദുൻ റസൂലുള്ളാഹ്, ഇത് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ഉത്തരം പറയണമെങ്കിൽ മനപ്പാടം പിടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, മറിച്ച് അല്ലാഹ് റസൂലിനെ അയച്ചത് ഉസ്വത്തുൻ ഹസന, എല്ലാ രംഗത്തും മാതൃകയാണ്. അള്ളാന്റെ റസൂലിന്റെ മാതൃകയില്ലാത്ത ഒരു വിഷയം പറയാൻ പറ്റുമോ? രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഏത് സൈഡിലൂടെ എഴുന്നേൽക്കണം, ഇനി എഴുന്നേറ്റ് കഴിഞ്ഞാൽ എങ്ങോട്ട് നടക്കണം, ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ എങ്ങനെ കയറണം, അവിടെ ശൗചം ചെയ്യേണ്ടത് എങ്ങനെയാണ്, പല്ല് തേക്കേണ്ടത് എങ്ങനെയാണ്, അത് കഴിഞ്ഞ് ഭക്ഷണം പാകാൻ ചെയ്യുന്നിടത്ത് പാലിക്കേണ്ട മര്യാദ എന്താണ്, വസ്ത്രമയിക്കേണ്ടത് എങ്ങനെ, ധരിക്കേണ്ടത് എങ്ങനെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരു മനുഷ്യനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ മക്കളോടെങ്ങനെ, ഭാര്യയോടെങ്ങനെ, ഭർത്താവിനോടെങ്ങനെ, കുടുംബക്കാരോടെങ്ങനെ, അയൽവാസിയോട് എങ്ങനെ, നാട്ടുകാരോട് എങ്ങനെ പെരുമാറണം, വാഹനത്തിൽ കയറുമ്പോഴുള്ള മര്യാദ, മാർക്കറ്റിലെത്തിയാൽ പാലിക്കേണ്ട മര്യാദ, പള്ളിയിലുള്ള മര്യാദ, ജോലി സ്ഥലത്ത് പാലിക്കേണ്ട മര്യാദ, എന്തൊക്കെ ജോലി ചെയ്യാം, എന്തൊക്കെ ജോലി ചെയ്തുകൂടാ, എന്തൊക്കെയാണ് ഹലാല്, എന്തൊക്കെയാണ് നിഷിദ്ധം, അങ്ങനെ എണ്ണി 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 ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള നമ്മുടെ ജീവിതം എടുക്കുക. അതില രാഷ്ട്രീയവും അന്താരാഷ്ട്രവും അടുക്കളയും എല്ലായിടത്തോ ഉസ്വത്തുൻ ഹസന, ഉത്തമമായ മാതൃക അല്ലാഹുവിന്റെ റസൂലാണ്. എല്ലാം പഠിപ്പിച്ചു. റസൂൽ പഠിപ്പിക്കാത്ത എന്തേ ഉള്ളത്? ആ റസൂലിനെ മാതൃകയാണെന്ന് പറഞ്ഞപ്പോൾ റസൂലിനോടുള്ള സ്നേഹം എങ്ങനെയാ പ്രകടിപ്പിക്കേണ്ടത്? എല്ലാരും പറയും. നമ്മള് ചെറുപ്പം മുതലേ, 1ാം ക്ലാസ് മുതലേ നമ്മുടെ മനസ്സിൽ കയറിയ ഒരു പൊതുബോധാണ് എന്ത്? ഏറ്റവും ഇഷ്ടം ആരെയാണ്? അള്ളാനെ. പിന്നെ ഏറ്റവും ഇഷ്ടം ആരെയാണ്? റസൂലിനെ. പിന്നെ ഏറ്റവും ഇഷ്ടം ആരെയാണ്? എൻ്റെ ഉമ്മാനും ഉപ്പാനെയും. ഇത് നമ്മൾ ചെറുപ്പത്തിലെ പറഞ്ഞു പഠിച്ചത് അതുപോലെ തൊള്ളത്താളം പറയുന്നു എന്നല്ലാതെ അള്ളാനെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് ജീവിതം കൊണ്ട് തെളിയിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ജീവിതം കൊണ്ട് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്റെ ദുനിയാവിന്റെ ആഗ്രഹം ഒരു ഭാഗത്ത്, എന്റെ റസൂലിന്റെ വാചകം ഒരു ഭാഗത്ത്. ഞാൻ ഏത് പിൻപറ്റണം? അല്ലെ, എല്ലാ രാവിലെയും ചൊല്ലേണ്ടത് റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യാ. അവിടെ റദീതു ബില്ലാഹ് എന്ന് പറയണമെങ്കിൽ ആ ജീവിതം ഉണ്ടാകണം. അള്ളാന്റെ റസൂലിനെ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ റസൂല് പഠിപ്പിച്ചതൊക്കെ ജീവിതത്തിൽ പകർത്തണം. നബിന്റെ മാതൃക. നമ്മുടെ മക്കൾക്കാരാ റോൾ മോഡൽ? റൊണാൾഡോ അല്ല, മുഹമ്മദ് റസൂലുള്ളാഹ്. സിനിമാ നടനും സിനിമാ നടിയും സ്പോർട്സ് താരങ്ങളും അല്ല നമ്മുടെ മക്കളുടെ റോൾ മോഡൽ. അവരുടെ ഹെയർ കട്ടിങ്ങുകൾ തീരുമാനിക്കേണ്ടത് ഈ താരങ്ങളല്ല. അവരുടെ വേഷവും വസ്ത്രവും തീരുമാനിക്കേണ്ടത് ഈ താരങ്ങളല്ല. മറിച്ച് അള്ളാന്റെ റസൂലിന്റെ വേഷം എങ്ങനെ, റസൂലിന്റെ പെരുമാറ്റം എങ്ങനെ, റസൂലിന്റെ സ്വഭാവം എങ്ങനെ, റസൂൽ എന്തൊക്കെ പറഞ്ഞു, അങ്ങനെ നബിനെ തൃപ്തിപ്പെടണം. ആ നബിനോടുള്ള സ്നേഹമാണ് നബിക്ക് വേണ്ടിയുള്ള സ്വലാത്ത് അധികരിപ്പിക്കുക. റസൂലിന് വേണ്ടി പ്രാർത്ഥിക്കലാണ് സ്വലാത്ത്. നിരന്തരം സ്വലാത്ത് ചൊല്ലുക, അള്ളാന്റെ റസൂലിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ബാങ്കിന് ശേഷം നമ്മൾ ചൊല്ലുന്നു, നിസ്കാരത്തിലൊക്കെയും സ്വലാത്ത് ചൊല്ലുന്നു. അതിനു പുറമെയും നമുക്ക് എത്രയും സ്വലാത്തുകൾ ചൊല്ലാം. വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് അധികരിപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. അള്ളാന്റെ റസൂലിനോടുള്ള സ്നേഹം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്ര ഹദീസ് നമ്മളൊക്കെ പഠിക്കുന്നു. നമുക്ക് ഖുർആൻ ഓതണം എന്നൊരു അറിവുണ്ട്, ഹദീസുകൾ വായിക്കണം പഠിക്കണം എന്നുള്ള അറിവ് എത്രയാക്കുണ്ട്? എത്ര ഹദീസുകൾ നമ്മൾ വായിച്ചു? ഹദീസ് നിഷേധം പെരുകുന്ന ഒരു ലോകം അല്ലേ? ഹദീസിലൊക്കെ ഉണ്ട്, എന്റെ ബുദ്ധിക്ക് വെക്കുന്നില്ല, അപ്പൊ എന്താ അത് മാറ്റാൻ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു ബസ്, പാനൂർ ഒരു കല്യാണം ഉണ്ട്,
നമ്മുടെ സമയം കുറവ്, ഞാൻ ചുരുക്കി പറയാം. പാനൂർ ഒരു കല്യാണം, ഫുള്ള് ഇന്നത്തെ കല്യാണം മഞ്ഞ കല്യാണം, പച്ച കല്യാണം, ചുവപ്പ് കല്യാണം ഒക്കെ കൂടി ഒരു തോന്നിയാസ കല്യാണം. അപ്പൊ ആ കല്യാണത്തിന് ഒരു ബസ് പോവാണ്. ആണുങ്ങളും നോക്കാണ്ട് തുള്ളി DJ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ച് ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ആളോട് നമ്മൾ ചോദ്യം ചെയ്യിക്കാണ്, അല്ല ഈ പാട്ടും കൂത്തും ഡാൻസും ഒക്കെ തെറ്റല്ലേ? അതില് 2 വിധത്തിലുള്ള മറുപടികളാണ്. ഒന്ന്, തെറ്റാണ്, ശരിയാ, നിങ്ങൾ പറഞ്ഞ ശരിയാ, തെറ്റാണ്, എന്താ ചെയ്യാ, കൂട്ടത്തിലും കൂടുമ്പോ സുഖത്തിന്റെ ഇടകണ്ട് തുള്ളിപ്പോവും, അല്ല പുറത്തു തരട്ടെ. ഒരു ടീം. രണ്ടാമത്തെ ടീമോ എന്തോ ഇപ്പം ഇത് 2024 അന്ന് പറഞ്ഞ പോലെ ഇന്ന് ദീന് അങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റുക? ഇതൊക്കെ നിങ്ങളൊക്കെ തെറ്റാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഏതായിരിക്കും അള്ളാന്റെ അടുത്ത് ഏറ്റവും വലിയ പാപി? ഒരുത്തന്റെ മനസ്സിൽ എന്തുണ്ട്? മരിക്കുന്നവരെ അസ്തഗ്ഫിറുല്ലാഹ് വരും. ഇതിനൊക്കെ ഹലാലാക്കിയവന്റെ മനസ്സിലോ അസ്തഗ്ഫിറുല്ലാഹ് മാത്രം വരൂലെന്ന് മാത്രമല്ല, സർവ്വ തിന്മയെയും അവൻ നോർമലൈസ് ചെയ്യും. അതാണ് ഇന്ന് മുസ്ലിം സംഘടനകളിൽ ചിലരുടെ പ്രശ്നം. ഹദീസിലുണ്ട്, നമുക്ക് പറ്റൂല. അവിടെ അവനെന്താ ദീനിന്റെ ഒരു നിയമം മാറ്റിമറിച്ചു. മറ്റോനോ ഹദീസിലുണ്ട്, പക്ഷെ എന്റെ ജീവിതം അങ്ങനെയല്ല, പടച്ചോനെ എനിക്ക് പുറത്തു തരണേ അല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മ്യൂസിക് ഹലാലാണോ ഹറാമാണോ? ഹറാമാണ്, പക്ഷെ നമ്മളെ ജീവിതത്തിലൊക്കെ ഉണ്ട്, അള്ളാഹ് പുറത്തു തരണേ എന്ന് പറയുന്നവനും ഇതിനെന്താ കുഴപ്പം? അങ്ങനെ റസൂൽ അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് അതൊന്നും പറ്റൂല എന്ന് പറഞ്ഞാലോ അവൻ നിഷേധിയാണ്. നിഷേധികൾ കൂടിക്കൊണ്ടിരിക്കുന്നു അല്ലെ? ബുദ്ധിക്കനുസരിച്ചിട്ട് ഇന്ന് ഹദീസ് സ്വീകരിക്കണ്ടോ അവന്റെ ബുദ്ധിന്റെ മൂശയിലിട്ടിട്ട് അവനെ അളക്കും. അവന്റെ വിവരം എന്തേ? അള്ളാഹു റസൂലും പറഞ്ഞ അതുപോലെ വിശ്വസിക്കുക എന്നതിന്റെ അപ്പുറത്ത് സഹിയായ ഹദീസുകളെ നിസ്സാരവൽക്കരിച്ച് നിഷേധിക്കുന്ന ആളുകൾ. ഇതൊക്കെ മുൻഗാമികൾ ഓരോ ഹദീസും സഹിയാണോ ലഈഫാണോ മൗദൂആണോ അതിന്റെ ഓരോന്നും കൃത്യമായി പഠിച്ച് അള്ളാന്റെ റസൂലിന്റെ പേരിൽ ഒരു നുണ ആരോപണം പോലും വരാത്ത വിധത്തിലാണ് ക്രമീകരിച്ചത്. ഹദീസ് നിഷേധം ഇന്ന് പെരുകുന്നു. അത് റസൂലിനെ നിഷേധിക്കലാണ്. മുസ്ലിം ആകണമെങ്കിൽ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, രണ്ടാമത്തെ എന്താ? വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാ റസൂലുള്ളാഹ് എന്നതിന്റെ നിഷേധത്തിലേക്കാണ് അത് പോവുക. കാരണം നമുക്കറിയില്ല, ഇസ്രാ മിഅ്റാജ്, നബി ഇസ്രാ മിഅ്റാജ് പോയി, എല്ലാവരും കളിയാക്കി നടക്കുകയാണ്. കഥ അറിഞ്ഞോ, മുഹമ്മദിന്റെ കഥ അറിഞ്ഞു. ഇന്നലെ രാത്രി ഇവിടെ നിന്ന് മൂപ്പരാണ്ട് പോയി, എന്നിട്ട് മറ്റേ മസ്ജിദുൽ അഖ്സ 3 മാസം സഞ്ചരിക്കേണ്ട അടുത്ത് ഒറ്റയടിക്ക് അവിടെ എത്തി. അത് മാത്രല്ല തള്ളു, അവിടുന്ന് മേലോട്ടും പോയി, മിഅ്റാജ് പോയി, ഇന്ന നബിനെ കണ്ടുപോലും മലക്കിനെ കണ്ടുപോലും തള്ളി മറിക്കുകയാണ് എന്നൊക്കെയല്ലേ അവർ പറഞ്ഞു നടന്നത്. ഈ വാർത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അടുത്ത് എത്തി. എന്താ പറഞ്ഞേ? ഒറ്റ ചോദ്യം, മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് സിദ്ദീഖ് എന്ന പേര് വന്നത്. ഇവിടെ റസൂല് പറഞ്ഞതിന് ഇങ്ങനെ അളക്കാൻ നടക്കുന്ന ആളുകൾ അല്ലെ, നവയുക്തിവാദികൾ. ആ ഒരു അവസ്ഥയെ നമ്മൾ ഭയപ്പെടണം. അങ്ങനെ റസൂല് പറഞ്ഞതിനെ നിഷേധിച്ചും റസൂല് പറഞ്ഞതിനെ ധിക്കരിച്ചും ജീവിച്ച് ഖബറിൽ ആരാണ് ഇയാൾ എന്ന് ചോദിച്ചാൽ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് മറുപടി പറയാൻ സാധിക്കില്ല. മൂന്നാമത്തെ ചോദ്യം എന്താ? അതിനുത്തരം പറഞ്ഞിട്ടില്ലെങ്കിലോ അടിയാണ്, ഹാ ഹാ എന്ന് വിലപിക്കേണ്ടി വരും. പിന്നെ ദീനിനെ കുറിച്ച് ചോദ്യമുണ്ട്. ഈ ദീനിനെ ഞാൻ തൃപ്തിപ്പെട്ടു, ദീനിന്റെ നിയമങ്ങളിൽ പൂർണ്ണമായും കീഴൊതുങ്ങാൻ പറ്റണം. A to Z എല്ലാ രംഗത്തും. ഇസ്ലാമിൽ അങ്ങനെ നിയമം ഉള്ളതുകൊണ്ട് കഷ്ടം തന്നെ, അത് ചിന്തിക്കാൻ പറ്റൂല അല്ലെ? ഏതൊക്കെയോ PSM ഏതൊക്കെയോ കോളേജില് വിവാദങ്ങൾ ഉണ്ടായി. ഇനി അതുകൊണ്ട് ഇസ്ലാമിന്റെ ഡ്രസ്സും ഇസ്ലാമിന്റെ വസ്ത്രം അതിലൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആവാം, അവർക്കനുസരിച്ചിട്ട് അതിന് നമുക്ക് നിയമം മാറ്റാന്ന് പറഞ്ഞാൽ പറ്റില്ല. എയർപോർട്ടുകാർക്കൊന്നും ഇഷ്ടമല്ല ഇസ്ലാമിക വേഷം, എന്നാ പിന്നെ നമുക്കും വേണ്ട. സ്കൂളുകാർക്കൊന്നും ഇഷ്ടമല്ല ഈ നിസ്കരിക്കുന്നത്, എന്നാ പിന്നെ നിസ്കാരം തന്നെ നിരോധിക്കാൻ പറ്റില്ല. മുസ്ലിം ഒരുപാട് വിമർശനവും കുറ്റപ്പെടുത്തലും മുസ്ലിമായി ജീവിക്കാൻ എന്ത് പ്രയാസം. അതുകൊണ്ടൊന്ന് അയകോയമ്പൻ നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. മറിച്ചൊരു മുസ്ലിമിന് ഉണ്ടാകേണ്ടത് എന്താ? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹാ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ ഉത്തമൻ ആരുണ്ട്? സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനേക്കാൾ ഉത്തമൻ ആരുണ്ട്? പിന്നെന്താ? വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. അവൻ പ്രഖ്യാപിക്കാണ് അഭിമാനത്തോടെ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ്. അങ്ങനെ അള്ളാഹുവിന് കീഴൊതുങ്ങുന്നവനിൽ പെട്ടവനാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അതന്നെയാണ് അതിന്റെ അർത്ഥം, കീഴൊതുങ്ങുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മൈത്രയാണ്, ആ ചങ്ങായിന്റെ ഒരു ക്ലിപ്പ് ഇങ്ങനെ നടക്കുന്നുണ്ട്, ചിലർ കണ്ടാവും. ഇസ്ലാമിൽ ഖുർആനിൽ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടോ, മനുഷ്യന് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു നന്മ ഖുർആനിൽ ഉണ്ടോന്നാണ്. മൂപ്പരുടെ നന്മ എന്ന് പറഞ്ഞാൽ കഞ്ചാവ് ഫ്രീ ആയിട്ട് സപ്ലൈ ചെയ്യുക,
കുടുംബ സംവിധാനം തകർക്കുക, എല്ലാവരും തോന്നിയാസിയായി തെമ്മാടിയായി നടന്നാൽ അതാണ് മൂപ്പരുടെ നന്മ. അപ്പൊ അയാളുടെ നന്മ വേണ്ട. വിശ്വാസിക്ക് എന്താ ഖുർആനിൽ എന്തൊക്കെ ഉണ്ട് അതാണ് നന്മ അല്ലെ. ഖുർആനിൽ എന്ത് നന്മ ഉണ്ട് എന്ന് അയാൾക്ക് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ എന്താണോ ഉള്ളത് അതാണ് നന്മ, ഖുർആൻ എന്താണോ വിരോധിച്ചത് അതാണ് തിന്മ. അപ്പൊ അതിലും അയാൾ പറയാ കിയൊതുങ്ങുക 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 എന്നല്ലാതെ ഇതിലെന്ത് നന്മയുള്ളത്? ആ കിയൊതുങ്ങൽ തന്നെയാണ് നന്മ. ലോകത്തിന്റെ സൃഷ്ടാവിന്റെ മുന്നിലാ കിയൊതുങ്ങുന്നത്. നിങ്ങൾ കിയൊതുങ്ങുന്നു പിശാചിന്റെ മുന്നിൽ, നിങ്ങൾ കിയൊതുങ്ങുന്നു പിശാചിന്റെ മുന്നിൽ. ഞങ്ങളോ സർവ്വതും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബുൽ ആലമീനായ ലോകങ്ങളുടെ രക്ഷിതാവിന്റെ മുന്നിലാണ് അഭിമാനപൂർവ്വം ഞങ്ങൾ കിയൊതുങ്ങുന്നത്. അതാണ് മുസ്ലിം എന്ന് പറയുന്നത്. അതിൽ അഭിമാനിക്കുക, ദീനിനെയും ദീനിന്റെ നിയമങ്ങളെയും അഭിമാനത്തോടെ കണ്ടു നടക്കുക, ദീനിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുക. അല്ലെ, ദീനിൽ ചിലത് വേണം ചിലത് വേണ്ട. എലാസ്റ്റിക് പോലെ അവനാന് കാര്യമുള്ളതിൽ ദീന് വേണം, അവനാന് കാര്യം ഇല്ലാന്ന് തോന്നെടുത്ത് ദീന് വേണ്ട, പറ്റില്ല. പൂർണ്ണമായും ദീനിലേക്ക് പ്രവേശിക്കണം. ദീനിന്റെ എല്ലാ നിയമങ്ങളും പഠിക്കാനും പാലിക്കാനും തയ്യാറാകണം. പിന്നെ വിശുദ്ധ ഖുർആനെ കുറിച്ച് ചോദ്യമുണ്ട്. ഖുർആൻ പടച്ചവൻ അവതരിപ്പിച്ച ആ ഖുർആനുമായി എത്ര ബന്ധമുണ്ടോ? ഖബറിൽ ഉത്തരം പറയാൻ ശ്രമിക്കും. നമുക്ക് ഇന്ന് ഖുർആൻ പഠനം നമ്മൾ രണ്ട് തലത്തിൽ നിന്ന് കാണുന്നു. 2024 മുസ്ലിങ്ങൾ ഖുർആനിൽ ബാക്കോട്ടാണോ മുന്നോട്ടാണോ? എന്താ അഭിപ്രായം? മുമ്പിലാണോ ബാക്കിലാണോ ഖുർആൻ പഠനത്തിലൊക്കെ? പുതിയ തലമുറ ബാക്കിൽ. അവിടെ നമുക്ക് വിയോജിക്കാനും പറ്റും. ഞാൻ അവിടെ ഒന്ന് വിയോജിക്കാം. ഒരു 10-15 കൊല്ലം മുമ്പാണോ നമ്മുടെയൊക്കെ പള്ളികളിൽ കുട്ടികളിൽ നിന്ന് നല്ല ഖിറാഅത്ത് നമ്മൾ കേൾക്കുന്നത്? ഇപ്പോഴാണ്. ഇപ്പോഴല്ലേ ഏറ്റവും നല്ല മാധുര്യമേറിയ ഖിറാഅത്തുകൾ ഇന്ന് നമ്മൾ പള്ളിയിൽ കേൾക്കുന്നുണ്ട്. ഒരു 10-15 കൊല്ലം മുമ്പൊന്നുമില്ല. അഥവാ ദീനിനോട് താല്പര്യമുള്ള ഒരു ആളുകൾ ഇന്ന് എത്ര ഹിഫ്ദ് സ്ഥാപനങ്ങളാണ് ഇന്ന്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തളിപ്പറമ്പ് അവിടെ ഇവിടെ ഖുർആൻ പഠിക്കുന്ന എത്ര സ്ഥാപനങ്ങളുണ്ട്. മാത്രമല്ല ഇന്നത്തെ സാങ്കേതിക വിദ്യയും സംവിധാനമൊക്കെ ഉപയോഗിച്ചിട്ട് ലോകത്ത് അറിയപ്പെടുന്ന ഹാഫിളുകളാണ് ഇവിടുത്തെ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. അതിൻ്റെതായ ഒരു ആ ഭംഗി തജ്വീദിലും ഖിറാഅത്തിലും ഒക്കെ നമുക്ക് കാണാം. അഥവാ ഖുർആനിനോട് താല്പര്യമുള്ള ഒരു ടീമിൽ നിന്ന് ഖുർആനിനെ നെഞ്ചിലേറ്റിയ, ഖുർആൻ വളരെ വ്യത്യസ്തമായി ഭംഗിയായി പാരായണം ചെയ്യുന്ന വലിയൊരു അവസ്ഥ നമ്മളിവിടെ കാണുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം ഖുർആനും ദീനിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ തോന്നിയ പോലെ ജീവിക്കുന്ന കുടുംബങ്ങളിൽ സംഭവിക്കുന്ന എന്താ? അവസാനമായിട്ട് ഖുർആൻ ഓതിയതപ്പ കഴിഞ്ഞ റമളാനിലാണ് തോന്നുന്നു, കഴിഞ്ഞ റമളാനിലാണ് എന്ന ഉത്തരം പറയുന്നിടത്ത് എന്താ സംഭവിക്കുന്നത്? ആ മക്കൾക്ക് റമളാനിലും ഖുർആനില്ല. ഉമ്മ റമളാനിലെങ്കിലും തൊടും, മക്കൾ റമളാനിലും കൂടി തൊടും. ഖുർആൻ പാരായണത്തിൽ നിന്ന് പിന്നോട്ടടിക്കുന്നു. ഇവിടെ നമ്മുടെ കരുത്ത് ഖുർആനാണ്. ഈ ഒരു ക്ലാസ്സിൽ നിന്നൊക്കെ നമ്മൾ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നിരന്തരം ഖുർആൻ ക്ലാസ്സുകൾ സംഘടിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാകും. ആ ക്ലാസ്സുകൾ ഉണ്ടാകും. ഖുർആൻ മരിക്കുന്നവരെ പഠിക്കണം. അള്ളാഹുവിന്റെ റസൂലിന് എപ്പോഴാണ് ഖുർആൻ അവതരിച്ചത്? എത്രാമത്തെ വയസ്സിലാ? 40-ാമത്തെ വയസ്സ്. 40-ാമത്തെ വയസ്സിൽ എഴുതാൻ അറിയാത്ത വായിക്കാൻ അറിയാത്ത നിരക്ഷരനായി ഇതിനോട് അള്ളാഹ് എന്താ ആദ്യം പറഞ്ഞേ? ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. ഇഖ്റഅ ഖുർആൻ, ഇഖ്റഅ ഖുർആൻ. രണ്ട് വേർഡ് തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലായില്ലേ നമുക്ക്? ഇഖ്റഅ ഖുർആൻ. എന്താ ഖുർആൻ എന്ന് പറഞ്ഞാൽ? വായിക്കപ്പെടേണ്ടത്, നിരന്തരം വായിക്കാനുള്ളതാണ് ഖുർആൻ. നിരന്തരം വായിക്കപ്പെടേണ്ടത് പുതിയ പുതിയ പോയിന്റുകളാണ്. ഇപ്പൊ ഈ 5 ആയത്ത് മാത്രം എടുക്കുകയാണ്. എനിക്ക് ആദ്യം ഇറങ്ങുക ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. 5 ആയത്ത് എടുത്തിട്ടൊന്ന് മാറിയിരിക്കുക. എന്നിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ചിന്തിക്കുക. എത്ര പോയിന്റ് ചിന്തിക്കാനുണ്ടാവും? എത്ര മണിക്കൂറുകൾ ചിന്തിക്കാനുണ്ടാവും? വായനന്റെ മഹത്വം അതിലുണ്ട്. അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കണം. അള്ളാന്റെ മഹത്വം അവിടെ ഉണ്ട്. മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് അതിലുണ്ട്. മനുഷ്യനെ ഭ്രൂണത്തിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്ന് അലക്ക് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എംബ്രിയോളജി മുഴുവൻ പഠിക്കും. അലക്ക് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അടുത്തൊരായത്തിലേക്ക് ചാടും. സൂറത്തുൽ ഹജ്ജിൽ 5 എടുത്ത് പഠിച്ചാൽ പിന്നെ കണ്ണ് തള്ളിപ്പോകും. അല്ലെ, ഹീറ്റ് മൂറിന് കണ്ണ് തള്ളിയ പോലെ. ഇത് പടച്ചോൻ പറഞ്ഞതാണെന്ന് പിന്നെ ചിന്തിക്കാൻ കുറെ പോയിന്റ് ഒന്നും വേണം. ഇത് അള്ള ഇറക്കിയത് തന്നെയാണെന്ന് മനസ്സിലാവും. അല്ലെ, 1, 2, 3 സ്കാനിങ് ആണ് ഗർഭകാലത്ത്. അതൊന്നും ഇല്ലാത്ത, ഒരു സ്കാനിങ് മെഷീനും ഇല്ലാത്ത കാലത്ത്, ഒരു റേഡിയോളജി ഇല്ലാത്ത കാലത്ത് വിശുദ്ധ ഖുർആൻ അതിന്റെ ഘട്ടങ്ങൾ വിവരിക്കണം. അലക് എന്ന പ്രയോഗം, ഭ്രൂണം, എന്താ അത്? അട്ടയെ പോലെ.
നമ്മുടെ വയറ്റിലുള്ള ഘട്ടാണ് എന്ത്? അട്ടയെപ്പോലെ ഉമ്മയുടെ ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ച കാലം. അവിടെ നിന്നെ സൃഷ്ടിച്ചു, നിന്നെ എഴുതാൻ പഠിപ്പിച്ചു, നിനക്ക് അറിവില്ലാത്തതൊക്കെ നിന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് അറിവിന്റെ അടിസ്ഥാനം ഒരു വിശ്വാസിക്ക് ഖുർആൻ. കാരണം സയൻസ് ഒക്കെ ഇങ്ങനെ വളരും. ഖുർആൻ AI പഠിപ്പിക്കലല്ലല്ലോ ഖുർആന്റെ ലക്ഷ്യം. കുറെ ടെക്കുകൾ ഉണ്ടാക്കാനാണോ അള്ള ഖുർആൻ ഇറക്കിയത്? അല്ല. ചില വിഡ്ഢികളായ യുക്തിവാദികളൊക്കെ ചോദിക്കും, ഖുർആനിലൊക്കെ പറയുന്നുണ്ട്, ശാസ്ത്രം പറയുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ, അപ്പൊ ഖുർആൻ എന്താ ശാസ്ത്രഗ്രന്ഥം? അല്ല, എന്നാ പിന്നെ സയന്റിസ്റ്റ് ഒന്നും വേണ്ടല്ലോ, ഒക്കെ ഖുർആൻ നോക്കി നിങ്ങൾ കണ്ടുപിടിച്ചു. വിഡ്ഢികൾ. ഖുർആൻ പറയുന്നത് എന്താ? ടെക്നോളജി ഇങ്ങനെ വളരും. പണ്ട് കാലത്ത് ഖുർആൻ പറഞ്ഞത് ഒളിഞ്ഞു നോക്കരുത്, ഒരു വീട്ടിലേക്ക് കയറുമ്പോഴുള്ള മര്യാദ പറഞ്ഞു. അത് ഇന്നെത്തിക്കഴിഞ്ഞാൽ ആ നിയമം ഇന്നും ബാധകമാണടാ. ക്യാമറയും കൊണ്ട് പോകരുതേ. അല്ല, ഇന്ന് മൊത്തം ഒളിക്യാമറകളാണ്. അഥവാ അന്നും ഇന്നും ഒരുപോലെയാണെന്ത്? ഉമ്മായും ബാപ്പയും അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. റോബോട്ട് കാലം വന്നാൽ ഉമ്മയും ബാപ്പയും ഉണ്ടാവും. ആ ഉമ്മാനോട് ഉപ്പാനോട് നല്ല നിലക്ക് പെരുമാറണം, അവരോട് എന്ന് പറയരുതേ. നന്മ ചെയ്യണം, തിന്മ ചെയ്യരുത്, നല്ലത് കാണണം, ചീത്ത കാണരുത്. അങ്ങനെ ഖുർആൻ പറഞ്ഞ എല്ലാം ഖിയാമത്ത് നാൾ വരെ പ്രസക്താണ്. എല്ലാത്തിന്റെയും ധാർമ്മികതയും നൈതികതയുമാണ് പഠിപ്പിക്കുന്നത്. കച്ചവടം മാറും, കച്ചവടത്തിന്റെ സിസ്റ്റം മാറും, എക്കോണമിക് സിസ്റ്റം മാറും, സ്റ്റോക്ക് മാർക്കറ്റുകൾ മാറും, അതിന്റെ ടെക്നോളജികൾ മാറും. പക്ഷെ ഖുർആൻ പറഞ്ഞ നൈതികത എന്താ? ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കുക, ഹറാമ് സമ്പാദിക്കരുത്. ഖിയാമത്ത് നാൾ വരെ നിൽക്കൂല അത്. ഭക്ഷണം പല വെറൈറ്റി ഓരോ ദിവസം മാറും. പാനൂരും തലശ്ശേരിയും ഒക്കെ പുതിയത് ഓരോ ദിവസം കണ്ടുപിടിച്ചോണ്ടേയിരിക്കുകയാണ് നമ്മളെല്ലാരും, അല്ലെ? പുതിയ പുതിയ ഫുഡുകൾ വന്നുകൊണ്ടേയിരിക്കും. അവിടെ എന്ത് ഹലാല് എന്ത് ഹറാമ് പഠിപ്പിച്ചു. കലാസ്. അതാണ് നിയമം. ഓരോ രംഗത്ത് ഏത് വിഷയം എടുത്ത് പരിശോധിച്ചാലും. അതുകൊണ്ട് അതിനെപ്പോഴും പ്രസക്തി ഉണ്ട്. ആ ഖുർആൻ നിരന്തരം പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ക്രമത്തിലേക്ക് നമ്മൾ മാറുക. അതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ സമയം ഇവിടെ മഗ്‌രിബിനോടടുത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ക്ലാസ്സുകളിൽ നമ്മൾ ഉണ്ടാകുക. ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ ശ്രേഷ്ഠത നമുക്കറിയാം. ഒരു അർഫ് ഓതിയാൽ എത്രയാണ്? 10 ഇരട്ടിയാണ്. എന്നാൽ ഖുർആൻ പഠിക്കുന്നതിന്റെ പ്രാധാന്യം. ഖുർആൻ വെറുതെ ഓതാനുള്ളല്ലോ, അർത്ഥം അറിയാതെ പഠിക്കാതെ. ഇന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ മതനിരാസത്തിലേക്ക് പോകുന്നത്? ഖുർആൻ പഠിക്കാത്തതുകൊണ്ടാണ്. നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് യുക്തിവാദത്തിലേക്കും ലിബറലിസത്തിലേക്കും പോകുന്നത്? ഖുർആൻ ചെറുപ്പം മുതലേ കാര്യകാരണ സഹിതം നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. അല്ലെ? നിങ്ങള് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് തട്ടയിട് തട്ടയിട് തട്ടയിട്. അപ്പൊ ഉദാഹരണത്തിന് ഞാൻ കുറച്ച് മുമ്പ് മദ്രസയിൽ പഠിപ്പിച്ചിരുന്ന സമയത്ത് 8ാം ക്ലാസ്സില് സെൽഫി തട്ടം നിർബന്ധം. അപ്പൊ അതില് ഒരു ഉമ്മ തലേന്ന് വിളിച്ചിട്ട് പറയണ, എന്റെ മോള് നാളെ മദ്രസയിൽ വരൂല എന്നാ പറയുന്നത്. എന്താ പ്രശ്നം? അത് ഈ തട്ടമൊക്കെ ഇഷ്ടപ്പെട്ടില്ല, അത് ഇട്ടിട്ട് വരില്ല. അവള് പറഞ്ഞു സാധാ തട്ടാണെങ്കിലും വരും. അവള് ഇഷ്ടമുള്ള തട്ട ഇട്ടിട്ട് വന്നോട്ടെ. മദ്രസയിൽ വരാതാവണ്ട. അങ്ങനെ പിറ്റേന്ന് മദ്രസയിൽ വന്നു. ഫസ്റ്റ് പീരീഡ് അവിടെ ഇരുത്തി. 8ാം ക്ലാസ്സിൽ ആ പെൺകുട്ടിക്ക് ക്ലാസ് എടുത്തു കൊടുത്തു. എന്താ ഈ തട്ട എന്തിനാ ഇടുന്നത്? എന്താണ് പെൺകുട്ടി? പുരുഷന്മാർക്ക് തട്ടയില്ല, എന്തിനാ പെൺകുട്ടിക്ക് തട്ട? എന്താ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം? ഒരു പെൺകുട്ടി തട്ട ഇടുന്നത് കൊണ്ട് അവൾക്ക് കിട്ടുന്ന ഗുണം എന്താ ഒക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ഇനി തട്ട ഇടുവോ താല്പര്യമുണ്ടോ? ഇടുവോ? ഞാൻ ഇട്ടോളാം ഉസ്താദേ. ആ കുട്ടി പിന്നെ എല്ലാ പ്രാവശ്യവും തട്ട ഇട്ട് വന്നു. നമ്മളിതെന്താ വെച്ചാൽ കുട്ടിക്ക് കാര്യവും കാരണവും പറഞ്ഞിട്ടല്ല ഉപദേശം. എന്തുകൊണ്ട് നിസ്കരിക്കണം എന്നല്ല പറഞ്ഞു കൊടുക്കുന്നത്. നിസ്കരിക്കാത്തതിന്റെ പേരിൽ വെറും ചവിട്ടും കുത്തുണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ ലോകത്ത്? മക്കളെ ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ കുറെ ചീത്ത പറയലല്ല, അവർക്ക് കൺവിൻസ് ആവണം, കാര്യകാരണ സഹിതം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി പറഞ്ഞു, മോനെ നിന്നെ അറുക്കണം എന്ന് പടച്ചവന്റെ കൽപ്പന ഉണ്ട്. ഇഫ്അൽ മാ തുമർ യാ അബതി ഇഫ്അൽ മാ തുമർ. അള്ളാഹ് എന്താ പറഞ്ഞത് അത് ചെയ്തു. ആ മോൻ എന്തുകൊണ്ടാ പറഞ്ഞേ? ഈ ഉപ്പ ആരാണെന്ന് പറയാ, അള്ളാഹ് ആരാണെന്ന് പറയാ, പടച്ചവന്റെ കൽപ്പന എന്താണ്. കുട്ടി ദീനിലെ കൺവിൻസ് ആണ്. നമ്മുടെ കുട്ടികൾ ദീനിൽ കൺവിൻസ് ആകണമെങ്കിൽ അതിന് CRE ക്ലാസ്സുകളിലേക്ക് പറഞ്ഞയക്കണം, ടീം സ്പേസിലേക്ക്, പ്രോഫ്കോണിലേക്ക്, അതുപോലെയുള്ള പരിപാടികളിലേക്കൊക്കെ അവരെ പറഞ്ഞയക്കണം. എളുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന സംഗതിയാണ് ദീൻ. അതിൽ നമ്മുടെ കുട്ടികൾക്ക് ആ ദീനി വിദ്യാഭ്യാസം ലഭിക്കണം. ഖുർആൻ പഠനത്തിലൂടെ വീട്ടിൽ ഖുർആൻ എല്ലാവരും വായിക്കുന്ന പഠിക്കുന്ന അവസ്ഥ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ക്ലാസ് ഇനി വ്യത്യസ്ത വീടുകളിലും അതേപോലുള്ള സ്ഥലങ്ങളിലും നമ്മുടെ ക്ലാസ്